എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. നിന്നെ എന്തിനാ വിളിച്ച്? നിന്റെ എന്തിനാ വിളിച്ചെന്നാ? എന്നെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചത്? ഒരടി മുന്നോട്ട് വെക്കരുത്, എന്നും മറവിൽ തിരിവ് സൂക്ഷിക്കുക. മുന്നോട്ടുള്ള പോരാത്തിന് ഏതോ അമ്പലത്തിൽ കല്യാണം നടക്കുന്നുണ്ട്, തകിലടിയും കേൾക്കുന്നുണ്ട്. തകിലടിക്കണമല്ല, എന്റെ മുട്ട് രണ്ട് കൂട്ടിയടിക്കണം. ഈ വീണ് കിടക്കണാണ് കൊച്ചിന്റെ ബാപ്പ. നീ എന്താ അവളോട് പോയി പറഞ്ഞത്? തീപ്പെട്ടിട്ടാന്ന് ചോദിച്ചു. ഗ്യാസ് കുറ്റി ചോദിക്കാൻ പറഞ്ഞു. കല്യാണം നടത്താലോ. കുറെ നേരം നമ്മൾ സംസാരിച്ചത് കുമിനീരൊക്കെ മറ്റേ 4 കാലും 1 വാലുമുള്ളത് മട്ടൻ. പിന്നെ വേറെ ആരുടെ എന്നെ കെട്ടിയിടാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാലരാത്രിയാണ്. ആ കാർന്നൊരു ഓടിയെടുത്ത് മുല്ലുമുളക്കിയല്ല. 2 ലോക മഹായുദ്ധങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളവനാണ് ഞാൻ. അനുകരണ കലയിലെ അതികായന്മാർ ഒന്നിക്കുന്ന ഈ ഹാസ്യ മാമാങ്കത്തിൽ ഇന്ന് ആരായിരിക്കും അംഗത്തിന് തയ്യാറായി വന്നിരിക്കുന്നത്? നോക്കാം. നമസ്കാരം, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഫോൺ വന്നിട്ടുണ്ട്. പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ. ഹലോ 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 അശ്വനല്ലേ? അതെ, ആരാ? നാരായണൻകുട്ടിയാ? നാരായണൻകുട്ടിയാ. ആ, എന്താണ്, എവിടെന്നാണ്? ഞാൻ ഇവിടെ ഉണ്ടാ, നീ എവിടെയാ? ഞാനിവിടെ ഈ മഴവിൽ മനോരമയുടെ സിനിമ ചിരിമ എന്ന പരിപാടിയില്ല. സിനിമ ആ എടാ, ഇന്ന് ഞാനല്ലേ വരണ്ടത്? ഇന്ന് ഞാനല്ല വരണ്ടത്. ഇന്ന് ഞാനല്ല വന്നേക്കണം. എടാ, അവരെന്നെയല്ലേ വിളിച്ചതെന്ന്? എന്നെയാണ് വിളിച്ചതെന്ന്. പിന്നെ നീ എന്തിനാ വന്നേ? എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നു. നിന്നെന്തിനാ വിളിച്ച്? നിന്റെ എന്തിനാ വിളിച്ചതെന്നാ? എന്നെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചത്. പിന്നെ എന്നെ വിളിച്ചത്? നിന്നെ ഞാൻ വിളിച്ചല്ലോ, നീ എന്നെ അല്ലേ വിളിച്ചത്? എടാ, മനോരമ എന്നെ വിളിച്ചിട്ടുണ്ടാക്കടാ. എടാ, മനോരമ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് പണ്ടാരോട് കേൾക്കണത്? എന്നെയല്ലേ വിളിച്ചത്. നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാനിവിടെ തന്നെ ഉണ്ട്. എവിടെ? ഞാൻ ഈ സ്റ്റേജിന്റെ തൊട്ടടുത്തുണ്ട്. ട്രെയിനിന്റെ തൊട്ടടുത്താ? തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്താ നീ ഇങ്ങോട്ട് വാ. സിദ്ദിഖേ, എന്തായി? ഇത് നാരായണൻകുട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ. നാരായണൻകുട്ടിയോ? നാരായണൻകുട്ടി അല്ലല്ലോ ഇന്ന് വരണ്ട, അശോകൻ തന്നെയാണെന്ന്. നാരായണൻകുട്ടി വരേണ്ട കാര്യമില്ല. നാരായണൻകുട്ടി ഫോണിൽ അല്ല, ഇപ്പൊ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നാരായണൻകുട്ടിയുടെ എത്തി മനോരമ എന്ന് വിളിച്ച് പറഞ്ഞിട്ട്. ആണോ? അത് സാരമില്ല, ഞാൻ നാരായണൻകുട്ടി പറഞ്ഞു വിട്ടോളാം. ഇവിടെ എത്തിന്ന് പറഞ്ഞോ? ഇവിടെ സ്റ്റേജിന്റെ പുറകിൽ വന്നു എന്ന് പറഞ്ഞതാണ്. ആണോ? അല്ല, അയാൾ വന്ന സ്ഥിതിക്ക് അയാളൊന്നും. സാരമില്ല, തെറ്റി വന്നായിരിക്കും. നാരായണൻകുട്ടി 2 ദിവസം കഴിഞ്ഞാൽ വരേണ്ടത്. അല്ല, നമ്മളെക്കാളൊക്കെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ പുള്ളി. വന്നിട്ട് എന്തെങ്കിലും പുള്ളീനെ കൊണ്ടുവന്ന് എന്തായാലും ഞാൻ വേണമെങ്കിൽ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാൻ വേണമെങ്കിൽ. അത് വേണ്ട. ഒരു കാര്യം ചെയ്യും, അശ്വൻ എന്തായാലും വന്ന സ്ഥിതിക്ക് അശ്വൻ നാരായണൻകുട്ടിയെ ഒന്ന് വിളിച്ചേക്ക്, എന്നിട്ട് പരിചയപ്പെടുത്തിയിട്ട് നാരായണൻകുട്ടി ഒന്ന് അനൗൺസ് ചെയ്തേക്കാം അല്ലേ? നമ്മുടെ പ്രിയങ്കരനായ നാരായണൻകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനൊക്കെ മിമിക്രിയിൽ പിച്ച വെച്ച് നടക്കുമ്പോൾ തുടങ്ങി അദ്ദേഹം വലിയ ഒരു മിമിക്കായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ. എനിക്കൊന്ന് ഡേറ്റ് തെറ്റിയായിരിക്കും മിക്കവാറും. അദ്ദേഹത്തിന് അങ്ങനെ അബദ്ധം പറ്റാറില്ല. നമുക്ക് നാരായണൻകുട്ടിയെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കാം. നാരായണൻകുട്ടി വാ. ഒരു അനീഫ. അപ്പൊ നാരായണൻകുട്ടിയാ? നാരായണൻകുട്ടിയാ ഇവൻ ഫോണിൽ വിളിച്ചത്. നാരായണൻകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് അശോക വിളിച്ച്. നാരായണൻകുട്ടിയുടെ ശബ്ദത്തിൽ വിളിക്കായിരുന്നു. എങ്ങനെയൊന്ന് വിളിച്ചു പറഞ്ഞ നാരായണൻകുട്ടി. ഇവന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. കാരണം എന്താ, നാരായണൻകുട്ടിയെ ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരൻ വേറെ ഇല്ലാന്ന് പറയാം. ആണോ? നാരായണൻകുട്ടിക്ക് അറിയാവോ ഇങ്ങനെ നാരായണൻകുട്ടിയെ കളിയാക്കി വിളിക്കാറുണ്ടെന്ന്? നാരായണൻകുട്ടിക്ക് അറിയാം, പക്ഷെ നാരായണൻകുട്ടിക്ക് ഭയങ്കര ഒരുപാട് കഥകളുണ്ട്. നാരായണൻകുട്ടിയുടെ ഈ അനിഫടയിൽ നാരായണൻകുട്ടിയുടെ ശബ്ദത്തിൽ അനുകരിച്ചിട്ട് ഒരുപാട് തമാശകൾ ഇറങ്ങുന്ന കഥകളുണ്ട്. ഒന്ന് എന്തൊക്കെയാണ് അനിഫ? വേറെ കഥകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മള് യാതൊരു പാവമുണ്ട്. അയ്യോ, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്നാലും എല്ലാ മണ്ടൻ കഥകൾ നല്ല കോമഡി കഥകൾ. ഇപ്പം നാരായണൻകുട്ടി ഇല്ലെങ്കിൽ പോലും നാരായണൻകുട്ടിക്ക് ഇണങ്ങും. അവർക്ക് ഇണങ്ങുന്നൊരു കഥകളാണ്. പിന്നെ ഒരിക്കൽ ഇതുപോലെ ഞങ്ങൾ ഹോട്ടലിൽ താമസിക്കണം. ഞങ്ങളുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഹോട്ടലിൽ താമസിക്കണം. അപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ നാരായണൻകുട്ടി വന്നിറങ്ങി പറഞ്ഞു, എടാ എനിക്ക് കുളിക്കണോടെ എന്ന് പറഞ്ഞു. കുളിക്കാറുണ്ടോ? അത് എനിക്ക് സംശയം, ഭയങ്കര അത്ഭുതം എനിക്ക്. ഇനിയിപ്പോൾ നുണ പറഞ്ഞാണ്. നോക്കിയപ്പോൾ അവൻ ബാത്റൂമിലേക്ക് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ
അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഡ വരെ സോഡല്ല, ചായ വരെയും കുടിക്കാം, ഒരു ചായ വരെ ആവാം, പക്ഷെ വേറൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല, എല്ലാം സ്വന്തം ചെലവിൽ വേണമെന്ന് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മെസ്സിന്റെ ഫുഡ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരായണൻകുട്ടി കുളിക്കാൻ കയറിയ തക്കത്ത് ഞാൻ പതുക്കെ ഫോൺ എടുത്തിട്ട് താഴോട്ട് വിളിച്ച്, ഹലോ 2 ഫുള്ള് വേണോട്ടാ, നാരായണൻകുട്ടിയാണ്. അപ്പോൾ ചേട്ടാ ഇത് പൈസയുടെ കമ്പനി പറ്റിലടിച്ചിക്കോടാന്ന് പറഞ്ഞു. 2 ഫുള്ള് മാത്രം? ആ, ഫുള്ളും ചിക്കനൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞാൽ പൈസ കൊടുക്കണം. പൈസ എന്തെങ്കിലും വാങ്ങിച്ചാൽ പടം നിർത്തിക്കളാം ഞാൻ. പടം നിർത്തിക്കളയുന്നു. ഫോൺ കട്ട് ചെയ്ത് വെച്ച്. അപ്പൊ എന്തൊക്കെയാ ഓർഡർ ചെയ്തത്? ചിക്കൻ, അത് ഇതിപ്പോൾ ഒരു വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞു. നാരായണൻകുട്ടി കുളി കഴിഞ്ഞിറങ്ങി, ഞാൻ കുളിക്കാൻ കയറി. ഞാൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കാണുന്നത് പ്രൊഡ്യൂസർ, ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോൾ, ആർട്ടിസ്റ്റ്മാർ കംപ്ലീറ്റ് ഇരിപ്പുണ്ട്. എല്ലാം കൂടെ പറഞ്ഞു. ഫുഡും വന്നിട്ടുണ്ട്. നാരായണൻകുട്ടിയോട് പറഞ്ഞു. അപ്പോഴേ നാരായണൻകുട്ടി ഇതൊക്കെ കണ്ട് ആരാ ഓർഡർ ചെയ്തത്? നാരായണൻകുട്ടി റിയാക്ഷൻ എന്താണ്? കരഞ്ഞു പറയുന്നുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോളാണല്ലോ ചാർജ്. പുള്ളി പറഞ്ഞ് നാരായണൻകുട്ടി ഒരു കാര്യം പറയാം, ഇവിടെ തന്നെ പോലെ തന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റും തനിക്ക് മാത്രം ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചു തരണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ അത് അനീഫോടെ കേട്ടോ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഞങ്ങൾക്ക് ഒരു ചായ വരെ ആവാം, പക്ഷേ ഫുഡൊന്നും വാങ്ങിച്ചു കഴിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നാരായണൻകുട്ടി പറഞ്ഞേ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി പറയണം, മനസ്സിലായില്ലേ? ഇത് ആവർത്തിക്കരുത് എല്ലാവരും. അപ്പോൾ റെഡി, ഓർമ്മയുണ്ടല്ലോ എല്ലാവരും പിരിഞ്ഞു പോയി. എനിക്കാണെങ്കിൽ ഒരു മനസ്സാക്ഷി, ഫുഡൊക്കെ തിരിച്ചു ഫുഡ് കഴിക്കാമല്ലോ, ഓർഡർ ചെയ്ത് പോയതാണ്. എന്തായാലും ഇപ്പോൾ ഒന്നിൽ പണം ഞാൻ കൊടുക്കും. പക്ഷേ ഇങ്ങനെ കിടന്നപ്പോൾ എനിക്കൊരു മനസ്സാക്ഷി കുത്ത്, ഇവനൊന്നും മിണ്ടുന്നില്ല, ഇവനെ പറ്റിച്ചല്ലോ. നാരായണൻകുട്ടി അപ്പം നേരെ ബെറ്റിൽ ഇങ്ങനെ മടങ്ങി കിടന്നിട്ട് ഒരു 5 മിനിറ്റ് സൈലന്റ് ആണ് അല്ലേ? എന്നിട്ട് തിരിഞ്ഞിട്ട് എന്നോട്, നീഫേ നീ അല്ലടാ പട്ടിയാ ചെയ്തത്. പറഞ്ഞാണല്ലോ, നിഷ്കളങ്കനാണല്ലോ. അല്ലെങ്കിൽ ആ സമയത്ത് പറയാം ഇവനാണ് ചെയ്തതെന്ന് പറയാം. ആ പ്രൊഡ്യൂസർമാരോട് അവരൊക്കെ ഇരിക്കുമ്പോൾ പറയാം ഇവനാണ് ചെയ്തത്, എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതിയാകാം. അത് ചെയ്തില്ല. ഒരു നന്മയുള്ളവനാണ്. ഇതേപോലെ നാരായണൻകുട്ടിയുടെ സെറ്റിലൊക്കെ തമാശ ഒരിക്കലും ദേഷ്യപ്പെടാറില്ല, ഇന്ന് വരെ എന്നോട് ദേഷ്യപ്പെട്ടില്ല. പക്ഷേ മറ്റു പലരും ഉണ്ടാക്കുന്ന മറ്റു പലരും ഉണ്ടാക്കുന്ന പല നാരായണൻകുട്ടി കഥകളും എൻ്റെ തലയ്ക്ക് ഞാനാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ് കൊണ്ടുവന്നു, സെറ്റിൽ ഫുഡ് കൊണ്ടുവന്നിട്ട്, അപ്പോൾ അവർ തമിഴന്മാരാണ് പറഞ്ഞത്. അവരെ വേണ്ടി ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുമ്പോൾ തന്നെ ഞാൻ മതി ഞാൻ പുറകിലെന്ന് പറയും. നാരായണൻകുട്ടിയുടെ റിയാക്ഷൻ അപ്പൊ നാരായണൻകുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പറയുമ്പോൾ വിളിക്കും, അവരിവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഇടാൻ പറയും, എന്നെ ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ പിന്നെയും പറയും മതി. ലാസ്റ്റ് ഇവൻ കുറേ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനത്ത് പ്ലേറ്റ് എടുത്ത് നോക്കും എന്നെ, ഞാനില്ലാത്തടത്ത് പോയിരിക്കും. തമാശകൾ അത്രയേ ഉള്ളൂ. നാരായണൻകുട്ടിയുടെ ഇത്തരം കഥകളുണ്ടാക്കി അപകടത്തിലാടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ സംഭവം. അങ്ങനെ സംഭവം. കാരണം വെച്ചാൽ അടിയുടെ വക്ക് വരെ എത്തിയിട്ടുണ്ട്. ഈ ഫുഡിന്റെ പ്രശ്നം ഒരിക്കൽ എന്നോട് എന്നെ പട്ടിണി കിട്ട് കൊല്ലുവാടാ പട്ടി. കാരണം വെച്ചാൽ ഒരിക്കലും രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരത്തും ചായ ഒഴിക്കുമ്പോൾ ഫ്ലാസ്കിൽ ഇവന് വിത്തൗട്ടാണ്. ചായ ഒഴിക്കുമ്പോൾ ഞാൻ പറയും മതി. ഷുഗർ ഉണ്ടല്ലേ? ഷുഗർ ഉണ്ടെന്നോ നാരായണൻകുട്ടിക്ക്? ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ആണല്ലേ? ഈ ഷുഗറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്കെന്തൊരു ഭയങ്കര ക്ഷീണം. ജയറാമും ഞാനും തമ്മിലൊരു പടം നടക്കണേ. അപ്പോൾ ഭയങ്കര ക്ഷീണം തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഒന്ന് എന്നോട് ജയറാം പറഞ്ഞു, ചേട്ടാ എനിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ഷുഗറും ചെക്ക് ചെയ്യും, ഷുഗർ ഉണ്ടായില്ലെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ അടുത്തൊരു നഴ്സിംഗ് ഹോമിൽ ചെന്നിട്ട് ഒന്ന് ഷുഗർ ചെക്ക്, അവിടെ നിറച്ച് കൂടുതൽ ലേഡീസാണ് അവിടെ പേഷ്യൻസ് ഇരിക്കുന്നത് ഈ ലാബിൽ. അപ്പോൾ അതിൽ നഴ്സുമാരായിട്ട് 2-3 പേരുണ്ട്. അതിലൊന്നും തടിച്ചിട്ടൊരു പ്രായമുള്ളവരുണ്ട്. അവർക്ക് എന്നെ കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. ബാക്കിയുള്ള നഴ്സുമാർ ഹരിശ്രീ അശോകൻ, നമ്മുടെ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ആണുങ്ങളൊക്കെ ഉണ്ട് കുറച്ച്, ഹരിശ്രീ അശോകൻ. അപ്പോൾ എനിക്കൊരു ചമ്മലായി. കാരണം ഇപ്പോൾ ഈ തടിച്ച ഹെഡ് നഴ്സായിട്ടാണ്, അവർക്ക് എന്താ അങ്ങനെ ഇഷ്ടപ്പെടണില്ല. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കൊന്ന് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. ശരി, ഞാൻ പേരൊക്കെ എഴുതി പൈസ കൊടുത്തപ്പോൾ ഈ തടിച്ച് ബാക്കിയവർക്കിങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ട് അവർ ഏതാ പടം എന്നൊക്കെ അവിടെ ഇരിക്കുന്നവർ ചോദിക്കുന്നുണ്ട്, നഴ്സ് ചോദിക്കുന്നുണ്ട്. തടിച്ചവർക്ക് ഇഷ്ടമാണല്ലോ. അവർ തന്നെ ഷുഗർ ചെക്കാൻ വന്നാണോ? ഞാൻ പതുക്കെ എന്നാ ബ്ലഡ് കൊടുക്കണം, പിന്നെ യൂറിൻ എടുക്കണം ഒരു കുപ്പിന്ന് വന്ന്, പിന്നെ ബാത്റൂമിൽ പോയി യൂറിൻ എടുക്കണമല്ലോ. ഞാൻ അത് പോയി എടുത്ത് അവിടെ എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഈ യൂറിൻ മറിഞ്ഞു പോയി സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യും? പിന്നെ യൂറിനില്ല.
ഞാൻ എന്താ പറയുമ്പോൾ അവിടുത്തെ ആ ബാത്റൂമിൽ ഇത്തിരി വെള്ളം എടുത്ത് പൈപ്പിൽ നിറച്ചിട്ട് കുപ്പിയിൽ മൂടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ട് ഞാൻ മുന്നിൽ ആ ഡ്രൈവറോട് വൈകുന്നേരം ആകുമ്പോൾ റിസൾട്ട് മേടിച്ചാൽ മുന്നേ ഒന്നും മിണ്ടിയില്ല. അവസാനം ഡ്രൈവർ വന്നു റിസൾട്ട് വാങ്ങിച്ചപ്പോൾ ബ്ലഡിൽ ഷുഗർ ഇല്ല. ബ്ലഡ് ഷുഗർ മൂത്രം പരിച്ചപ്പോൾ മൂത്രത്തിൽ ക്ലോറിൻ ക്ലോറിന്റെ ശതമാനം കൂടുതൽ. ഈ നാരായണൻകുട്ടിക്ക് ഷുഗർ ഉണ്ട് ഇല്ല അവൻ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഒരു വൈദ്യനുണ്ട് എത്ര പഴകിയ അസുഖം മാറ്റും, എത്ര പഴകിയ തലവേദന നാരായണൻകുട്ടിയുടെ അസുഖമൊക്കെ മാറാൻ എത്ര വലിയ പഴകിയ ഷുഗർ മാറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ച് ഒരാഴ്ച ഞാൻ അവനെ കണ്ടത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു മാറിയടാ, ഷുഗർ മാറിയെന്ന്. പിറ്റേന്ന് നോക്കിയപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യപ്പോൾ പിന്നെ ഷുഗർ പഴയത് മാറി, ഇത് പുതിയതാണ്. വളരെ ഇന്നസെന്റ് ആയിട്ടാണ് പറയുന്നത്. പഴയത് മാറി. അപ്പോഴാണ് ആ വൈദ്യനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇതുപോലെ ലൊക്കേഷനിൽ നമ്മുടെ അടിയുടെ ഒരു ഘട്ടത്തിലെടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പ്രശസ്തൻ മലയാള സിനിമയിൽ ഒരു തലമൂത്രത ഒരു ഡയറക്ടർ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും, നല്ല ക്യാരക്ടറാണ്. അപ്പോൾ നാരായണൻകുട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൃശ്ശൂരിൽ നിന്നൊരു കോൾ വന്നു. ആ ചേട്ടാ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ സജിയാണ്, ഈ സീരിയൽ മിന്നുകെട്ട് സീരിയലിലേക്കാണ്, നാളെ ഒരു ദിവസം ഒന്ന് വർക്ക് ചെയ്യുകയാണെങ്കിലേ പിന്നെ അത് 5-ാം തീയതി മുതൽ എല്ലാ മാസം 10 ദിവസം വർക്ക് ഉണ്ട്. അപ്പോൾ എങ്ങനെ ചേട്ടാ റേറ്റൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു, എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. ഇവൻ്റെ പിടിയിൽ സംഗതിയൊക്കെ നടന്നു. അപ്പം ഇനി നാളെ ഒരു ദിവസം ഒന്ന് പോകണം അവിടെ. നാളെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 കൊല്ലത്തേക്ക് സീരിയലിൽ എനിക്ക് പക്ഷേ ഇവന് ഹാപ്പി അവന്. അപ്പോൾ ഇവന് ചോദിക്കാൻ മടി, വലിയ ഡയറക്ടറാണ്, നാളെ വർക്കുണ്ടോ സിനിമയുടെ ഡയറക്ടറോട് ചോദിക്കാൻ മടിയല്ല പേടി. അപ്പോൾ ഇവനിങ്ങനെ നടക്കണേ, ആരോടെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ. നടക്കുമ്പോൾ 4 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പാവം പിടിച്ച പിള്ളേർ അവർ ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ഇരുന്നിട്ട് നാളത്തേക്കുള്ള ചാർട്ട് എല്ലാം അപ്പം മറ്റേ സീൻ ഇവിടെ വരും, ഈ സീൻ അവിടെ വരും, അങ്ങനെ നാരായണൻകുട്ടി ചേട്ടൻ നാളെ വർക്ക് കാണുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവനത് കേട്ടു, അത് ഇവനങ്ങ് എടുത്തു. ഇവനോടായിട്ട് പറഞ്ഞതല്ല, ഇവൻ അതങ്ങ് എടുത്തു. എടുത്തെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവൻ പോയി കഴിഞ്ഞിട്ട് ആരും ചോദിച്ചപ്പോൾ നീ പറഞ്ഞില്ല നാളെ ഉണ്ടാവൂലെന്ന് എന്ന് പറയുന്നത് അവരെ തലക്ക് വെക്കാം എന്ന് പറഞ്ഞ് ഇവരെടുത്തിട്ട് ഇവർ നേരെ ഇവൻ വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ നാരായണൻകുട്ടിനെ എൻ്റെയും നിങ്ങളെ അറിയും നന്ദകുമാർ പൊതുവാളാണ് എക്സിക്യൂട്ടീവ്. പിറ്റേന്ന് രാവിലെ മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്, നേരെ നാരായണോട് വീട്ടിൽ വിളിക്കാൻ വൈഫിനെ വിളിച്ചു. നാരായണൻകുട്ടിയില്ലേ പോയല്ലോ, വർക്കിന് പോയോ? ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയല്ലോ. നന്ദകുമാറിന് അകവാള് വെട്ടി. കാരണം വെച്ചാൽ ഡയറക്റ്റ് ഇവനെ കൊല്ലും കൊടുത്തില്ലെങ്കിൽ. ഫ്രണ്ട്ഷിപ്പൊക്കെ പോകണം. ഇവൻ്റെ ഇത് ഈ തോന്നിയ ദിവസം കാണിച്ചു ചോദിക്കുന്നു വെച്ചാൽ ഇവൻ നേരെ നോക്കിയപ്പോൾ 7:20 ട്രെയിൻ തൃശ്ശൂരിലേക്കുള്ളത്. 7:05 നന്ദകുമാർ നേരെ കാർ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. നേരെ പിടിക്കണമല്ലോ നാരായണൻകുട്ടി പിടിക്കണം. എന്നിട്ട് നന്ദു അവിടെ ചെന്നിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ വന്ന ഉടനെ 2 പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോകണം. അപ്പോൾ ഇത് നന്ദുവാണിത്. നാരായണൻകുട്ടി പെട്ടിയായിട്ട് ഇതൊന്നും അറിയാം സ്റ്റേഷനിലേക്ക് വരികയാണ്. പോരാ അവിടെ വെച്ചിട്ട് എന്തൊരു നമ്മുടെ ബുദ്ധിക്ക് താങ്ങാൻ പറ്റണില്ല. ചന്തു തോറ്റുപോയി അവിടെ, ചെയ്യാൻ പറ്റും, അതിന് തീർന്നു. നേരെ കാറിൽ കയറിയിട്ട് നന്ദു പിന്നീട് വിളിച്ചതിനോട് പറഞ്ഞു, അനീഫ ഇത് 3ാമതൊരാളോട് പറയാൻ പറ്റാണ്ട് എൻ്റെ ചങ്ക് പൊട്ടിയിരുന്നിട്ട് ചിരിക്കിരുന്നിട്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. നാരായണൻകുട്ടിയും അനീഫ് ഒരുമിച്ചായിരുന്നു കലാഭവനിലോ? അതല്ല, നാരായണൻകുട്ടി എന്നേക്കാൾ വളരെ സീനിയറാണ്. ഞങ്ങൾ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ എനിക്ക് പകരം വന്നത് അശോകനാണ്. ഞാൻ ഗാനമുള്ള ഇന്റർവെല്ലിന് ഞാനും സുദർശനും കളിക്കുന്നു. അപ്പോഴാണ് സിദ്ദിഖ് പോകുന്നത്. സിദ്ദിഖ് പോകുമ്പോൾ പിന്നെ വരുന്നത് അനീഫിനെ കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ എടുക്കാനായിട്ടുള്ള പരിപാടി ഇട്ടിട്ട് പിന്നെ അത് മാറ്റി. പിന്നെ അനീഫ് ഗാനമേളയിലേക്ക് വരുമ്പോൾ അവിടുന്ന് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോലഞ്ചേരി റഹ്മാനെ കൊണ്ടുപോകുന്നു പരേഡിലേക്ക്. പിന്നെ അവർ മാറിയിട്ടാണ് പിന്നെ എന്നെ പരേഡിൽ എടുക്കുന്നത്. പിന്നെ പരേഡിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് കുറച്ച്. അപ്പോൾ കോലഞ്ചേരിയായിട്ട് പിന്നെ പോകാൻ തുടങ്ങി. പിന്നെ കോലഞ്ചേരി ഞാനും പിന്നെ അത് കഴിഞ്ഞിട്ട് ശിവദാസ് ഉണ്ടായിരുന്നു, ജയറാമൊക്കെ നമ്മൾ മാട്ട കളിക്കുന്നത്. ഞങ്ങൾ കലാവിലുള്ളപ്പോൾ ജയറാം മാട്ടൊക്കെ ഞങ്ങളിവിടെ വരുമായിരുന്നു. പിന്നീട് നമ്മൾ അവിടുന്ന് പോന്നപ്പോഴാണ് ജയറാം കലാപനിൽ വരുന്നതും. അങ്ങനെ ഈ കോലഞ്ചേരി റഹ്മാന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ തമ്മിലാണോ പോയത്? കോലഞ്ചേരി റഹ്മാനും ഡോക്ടറുടെ അല്ലേ? അതൊരു വലിയ സൈനുദ്ദീനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ കഥ.
അത് ആരായിരുന്നു? അനീഫാണല്ലേ പോയത്? ആ ഞാനുണ്ടായിരുന്നു കൂടെ. അശ്വൻ അറിയാലോ അല്ലേ? അതായത് ഒരു വൈഫ് പ്രഗ്നന്റ് ആണ്. ആ വൈഫ് പ്രസവ വേദന കൊണ്ട് പറയുമ്പോൾ ഡോക്ടറെ ഫോൺ ചെയ്ത് വരുത്തുന്നു. പക്ഷെ ഒരു ജോത്സ്യന്റെ ഒരു പ്രവചനമുണ്ട്, ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ മരിക്കും, പെൺകുട്ടിയാണെങ്കിൽ അമ്മ മരിക്കും. ഇതാണ് പ്രവചനം. ഇയാൾ അതിന്റെ ഒരു ടെൻഷനാണ്, ജനിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, രണ്ടായാലും ഇയാൾക്ക് ദൂഷമാണ്. ഒന്നുകിൽ വൈഫ് മരിച്ചു അല്ലെങ്കിൽ ഇയാൾ മരിച്ചു. ആ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഡോക്ടർ വരുന്നു. ഫോൺ ചെയ്തതനുസരിച്ച് ഡോക്ടർ വരുമ്പോൾ ഒരാൾ പോയി കൈ കൊടുക്കും. അത് ജോലിക്കാരനാണ്. അയാൾ കൈ കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വൈഫാണോ എന്ന് ചോദിക്കും. അല്ല ഞാൻ ജോലിക്കാരനാണ്. ശരി, ജോലിക്കാരനൊക്കെ മാറി നിൽക്കും. എന്നിട്ട് ഇയാളോട് പറയും നിങ്ങളാണോ വീടിൻ്റെ ഓണർ? അപ്പോൾ അതെ, ഈ ജോലിക്കാരെയൊക്കെ നിലയ്ക്ക് നിർത്തണം എന്ന് പറഞ്ഞാൽ ജോലിക്കാരെ അങ്ങ് മാറ്റി നിർത്തണം. ജോലിക്കാരനായിട്ട് ഏതോ ഒരു തന്നെയാണ് അവന്, പുതിയ പയ്യനാണ്. അവൻ്റെ ഡയലോഗൊക്കെ അങ്ങ് കട്ട് ചെയ്തു ഇയാൾ. അവൻ അത്രയൊന്നും മെയിൻ സംഭവം അവൻ ജോലിക്കാരനാണെന്ന് അറിഞ്ഞാലേ ഈ തമാശ ഉള്ളൂ. അത് ആദ്യം തന്നെ വന്ന് കൈ കൊടുക്കുന്നത് ആ ഡയലോഗൊക്കെ. അവൻ അവിടെ വെറുതെ നിൽപ്പുണ്ട്. ആദ്യം മുതൽ ആരാണെന്നൊന്നും അറിഞ്ഞൂടാ. അതങ്ങ് കട്ട് ചെയ്തു. കുട്ടി ഒരു ടെൻഷൻ വന്നു, ഡോക്ടർ വന്നു, എല്ലാം കഴിഞ്ഞു. ബാക്കിൽ നിന്ന് കുട്ടി കരയുന്ന ശബ്ദം കുട്ടി ജനിച്ചു. ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പോൾ ഡോക്ടർ വന്ന് ഈ കോലഞ്ചേരിയോട്, ഇപ്പൊ കോലഞ്ചേരി ഡോക്ടർ ചെല്ലുന്നു. ഡോക്ടർ എന്താ ഡോക്ടർ? കുട്ടി, നിങ്ങൾക്കൊരു നല്ല ഒരു കുട്ടി ജനിച്ചു, ആൺകുട്ടി. ആൺകുട്ടിയോ? എന്നിട്ട് ഞാൻ മരിച്ചില്ലല്ലോ ഡോക്ടർ. എന്നിട്ട് ഞാൻ മരിച്ചില്ലല്ലോ. നിങ്ങളെന്തിനാ മരിക്കണം? കുട്ടി ആണാണെങ്കിൽ മരിക്കുമെന്നല്ലോ പറഞ്ഞു. എന്നിട്ട് ഞാൻ മരിച്ചില്ലല്ലോ ഡോക്ടർ. അപ്പോൾ ഈ സമയത്ത് കറക്റ്റായിട്ട് ഈ ജോലിക്കാരൻ പയ്യൻ അവിടെ മറിഞ്ഞടിച്ച് വീണു. ഇത് ജോലിക്കാരൻ പയ്യനാണെന്നൊന്നും ഓടിയനെ അറിഞ്ഞൂടാ. ഇവൻ മറിഞ്ഞടിച്ച് വീണപ്പോൾ ആളുകൾ വിചാരിച്ചു ഇവൻ എന്തോ ഷോക്ക് അടിച്ച് വീണതാണ്. അയ്യോ, പെരുമ്പാവൂർ ഭാഗത്താണ്. ഇല്ല, ആ പുള്ളക്ക് ഷോക്ക് അടിച്ച് പുള്ളയെ നോക്കുന്നു പറഞ്ഞിട്ട് ആളുകൾ കോലഞ്ചേരി റഹ്മാൻ മൈക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ വീണ് കിടക്കുന്നതാണ് വേലക്കാരൻ. അപ്പോഴും ചിരിച്ചില്ല. അതായത് ഈ വീണ് കിടക്കുന്നതാണ് കൊച്ചിന്റെ ബാപ്പ. അപ്പൊ ആളുകൾ ചിരിച്ചപ്പോ റഹ്മാൻ കച്ചറ ഓഡിയൻസ്. അത് ആത്മകഥ പറഞ്ഞു. ഇത് ഓഡിയൻസ് കേട്ടു. ഞാൻ അങ്ങോട്ട് സ്റ്റേജിൽ കയറിയിട്ട് പിന്നെ ഞാൻ കാണുന്നത് റഹ്മാനും ഓഡിയൻസ് തമ്മിൽ 2 മീറ്ററിന്റെ വ്യത്യാസം. എന്നാ ഈ വേലക്കാരനെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ പോലും ഇതിന്റെ ഒരു ഗ്രാമറില്ലേ, ഓരോ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്ന, അന്ന് നമ്മളുടെ ഐറ്റമാണ്, പരടി കളിക്കുന്ന ഐറ്റമാണ്. അത് രജിസ്റ്റർ ചെയ്താലേ ഈ തമാശയൊക്കെ നിൽക്കുകയുള്ളൂ. ഒരു കൊച്ചു കാര്യമാണ്. ആ കൊച്ചു കാര്യത്തിൽ വരെ ശ്രദ്ധ വേണം. അങ്ങനെ ഒരു ജോലിക്കാരനാണെന്ന് അയാളെ എസ്റ്റാബ്ലിഷ് ചെയ്താലേ ഇത് എൻ്റയർ സ്കിറ്റ് നിൽക്കുകയുള്ളൂ. അത് അയാളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ ഇത് പോയി, കംപ്ലീറ്റ് പോയി. പിന്നെ ഓഡിയൻസിനെ ചീത്ത പറഞ്ഞ് ഇടിയും ഭാഗിച്ചു. ഇത്തരം അബദ്ധങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആളാണല്ലേ കോലഞ്ചേരി റഹ്മാൻ്റെ ആളാണത്. ഒരു ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇപ്പം ഞാനും റഹ്മാനും മാത്രമായിരിക്കും. ചിലപ്പോൾ ഈ ശിവദാസ് ഉണ്ടാവും, ചിലപ്പോൾ വേലപ്പനുണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു പോപ്പ് മ്യൂസിക് ഉണ്ട്. അത് അന്നത്തെ ഒരു നമ്മൾ മാത്രം കാണിച്ചിരുന്നത്. ഫസ്റ്റ് ഞാൻ കൊണ്ട് ഇതിങ്ങനെ അടിച്ചിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കാണിക്കുന്ന ബേസ് ഗിറ്റാർ ഇതെല്ലാം കാണിച്ചു. അപ്പോൾ ഓഡിയൻസിനോടൊപ്പം കൈയടിക്കും. അപ്പോൾ റഹ്മാനോട് പലവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇതിൻ്റെ ഇടയിൽ കയറരുത്. പിന്നെ ഞാൻ വെറുതെ നിൽക്കുമോ ഇവിടെ? ഞാൻ വെറുതെ പോത്തിനെ പോലെ ഇവിടെ നിൽക്കുമോ? ഞാൻ പറഞ്ഞു നീ കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഞങ്ങൾ ചെയ്തോളാം. വടകരയിലൊരു സ്റ്റേജിൽ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഓഡിയൻസ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കൈയടിക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ അടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ എൻട്രി ചെയ്യുന്നു മൈക്കിലേക്ക്. കുറ്റട എന്നൊക്കെ പറഞ്ഞ് എന്തോ പറഞ്ഞു. കംപ്ലീറ്റ് കൊളോ കൂക്കായി ലാസ്റ്റ്. ഞാൻ പറഞ്ഞു റഹ്മാൻ എന്തിനാ ഇത്? പിന്നെ എനിക്ക് കാശ് തന്നെയല്ലേ പണിയെടുക്കേണ്ടത്. പണി കൊടുത്തതായി പോയി, നമുക്ക് പണി കിട്ടിയതായി പോയി. ഈ അബദ്ധങ്ങള് കോലഞ്ചേരിക്ക് യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്. നല്ല കലാകാരനാണ്. ഇത്തരം ചെറിയ അശ്രദ്ധ മാത്രമേ ഉള്ളൂ. നല്ല ആർട്ടിസ്റ്റാണ് അയാള്. എനിക്കറിയാം, നമ്മളുടെ ഫ്രണ്ട്സിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തു. ആ പടത്തിൽ അഭിനയിച്ചിട്ടും ഒക്കെ ഉണ്ട്. ഈ ഇത്തരം അനുഭവങ്ങളെല്ലാം ചെറിയ 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 സംഭവങ്ങൾ നമ്മളിപ്പോ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പറ്റുന്ന കുറെ കാര്യങ്ങൾ. നമ്മളെന്താണ് കോമഡി എന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ അവതരിപ്പിച്ചാലാണ് ഈ വേലക്കാരൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ നാടകം ചെയ്തിരുന്ന സമയത്തൊക്കെ ഞാനും മച്ചാൻ പ്രീസും കോലഞ്ചേരിൻ്റെ ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു ഒറ്റ നാടകം കളിക്കുന്ന, ഒരു അമച്ചർ നാടകം കളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഹിസ്റ്ററി ആയിട്ടുള്ള നമ്മുടെ സീതയും രാമനും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം. ഞാൻ അതിൽ ഹനുമാനാണ്, പുരാണ നാടകം. അതിൽ ഞാൻ ഹനുമാനാണ്. ഈ ശരീരം വെച്ചിട്ടുണ്ട് അന്ന് ഈ പറഞ്ഞല്ല, അന്ന് ഹനുമാൻ എന്ത് നമുക്ക് വല്ലതും ഉണ്ടാ? അങ്ങനെ നമ്മ ഹനുമാനായിട്ട് അന്ന് താടിയൊന്നുമില്ല. അപ്പൊ ചിരട്ടയിൽ ഇങ്ങനെ ഹനുമാന്റെ മുഖം ചെത്തി മിനുക്കിയിട്ട് ഇവിടെ ഒരു വായ ഉണ്ടാക്കി വെക്കും. അതിങ്ങനെ പപ്പടപ്പിട്ടൊക്കെ വെച്ചിട്ട്
ഒട്ടിക്കും. അത് ഗംഭീരമായിട്ട് അനുമാനമാണ്. അപ്പം റിഹേഴ്സൽ സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ സീത ഇരിക്കുന്നു ഒരു പൂങ്കാവനത്തിൽ, അവിടെ ശോകമായിട്ടുള്ളൊരു ഗാനം കഴിഞ്ഞിട്ട് ഉടനെ ഈ ഹനുമാൻ ചാടി വീണിട്ട് കൊണ്ടുവന്ന് ഒരു ഇത് കൊടുക്കുകയാണ് സീതക്ക്. അത് കണ്ടു കഴിയുമ്പോൾ സീതക്ക് ഇതാകുന്ന ഒരു സംഭവം. അപ്പം മഴയൊക്കെ ഉണ്ട്. അങ്ങനെ റിഹേഴ്സൽ സമയത്ത് ഈ ബെഞ്ചിമേന്ന് ചാടും, ഞാനത് കൊടുക്കും. അങ്ങനെ എല്ലാ റിഹേഴ്സലിലും അങ്ങനെ തന്നെയാണ്. പരിപാടി തന്ന് ഞാൻ ഈ മുഖമൊക്കെ അപ്പം എന്താണെന്ന് വെച്ചിട്ട് ഇത് എങ്ങനെ മേക്കപ്പ് ചെയ്യും, അതൊക്കെ വഴിയുണ്ട് മോനെ. ചിരട്ടയൊക്കെ ചെത്തി മിനിക്ക് ഞാൻ മുഖം ഉണ്ടാക്കി അത് ഇങ്ങനെ പപ്പടപ്പിട്ടൊക്കെ വെച്ച് ഒട്ടിച്ച് ഹനുമാൻ്റെ മേക്കപ്പ് ചെയ്ത് വാലൊക്കെ ഫിറ്റ് ചെയ്ത് ഗതയൊക്കെ ആയിട്ട് ഞാൻ റെഡി. അപ്പം ആൾക്കാർ വന്ന് എടാ ഹരിശ്രേഷ് അല്ല അശോകൻ എന്തിടാ ഞാനാണെന്ന് പറഞ്ഞു കൊടുക്കുക. സംസാരിക്കാൻ പറ്റില്ല, ചിരട്ട ഇരിക്കല്ലേ. അശോകനാണോ ഇവിടെ കലക്കിട്ടുണ്ടാ ഇങ്ങനെ അടക്കേ ഞാൻ. ഈ സമയത്ത് സെറ്റ് വർക്കേഴ്സ് കെട്ടിച്ചാരടില്ലേ കയറിൻ്റെ കഷ്ണം അതവിടെ കിടപ്പുണ്ടായിരുന്നു രീതിക്ക്. ഞാനിങ്ങനെ നടന്നപ്പോൾ ആദ്യമേ തട്ടി ഒരു വീഴ്ച വീണിട്ട് ഈ ചിരട്ടയൊക്കെ അടിച്ച് പൊട്ടിയിട്ട് കംപ്ലീറ്റ് ചോര ഇവിടെ പൊട്ടിയിട്ട് പോയി. അതെടുത്ത് മാറ്റി വേറെ ചിരട്ട ഉണ്ടായിരുന്നു, ഞാൻ സെപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് ഇത്തിരി ഇതൊക്കെ വെച്ചിട്ട് വീണ്ടും പപ്പടപ്പിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയാണ്, വീടിട്ടാന്ന് എഴുതിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ബെഞ്ചിൻ്റെ പുറത്തുനിന്നല്ല ചാടുന്നത്. ഞാൻ ഈ സൈഡ് നോക്കുമ്പോൾ സ്റ്റേജിൻ്റെ മോളിൽ സൈഡിൽ ഒരു ഏറുമടം കെട്ടിയേക്കണം. അപ്പം ഞാൻ അപ്പൊ നീ എൻ്റെ മോളിൽ കയറിന്നിട്ട് ഇങ്ങനെ ഹനുമാൻ ചാടുന്നത് അവിടെ നിന്നാണ്. ആ ഞാൻ മോളിൽ കയറി അവിടെ നിന്നിട്ട് ഈ പാത്തി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതുപോലെ കംപ്ലീറ്റ് അരിപ്പ് പോലെ ഇട്ടിട്ടുണ്ട്. പാട്ട് തുടങ്ങി ഇതിലേക്ക് ഇങ്ങനെ ബ്രിട്ടാനിയ ടിന്നില്ല, അതൊക്കെ എൻ്റെ ഐഡിയ ആണ്. ബ്രിട്ടാനിയ ടിന്നിൽ ഒഴിച്ച് വെള്ളം നിറച്ചിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് അരിപ്പേ കൂടി വെള്ളം മഴ പോലെ ഇങ്ങനെ സ്റ്റേജിൽ. സോ സീത അവിടുന്ന് ആശരി ഗാനം ഇതൊക്കെ വരുന്നു. പാട്ട് കഴിഞ്ഞിട്ട് ഹനുമാൻ വരുന്നില്ല. ആൾക്കാർ കൂക്ക് തുടങ്ങി. ഇനി ആരാടാ വരാനുള്ളത്, ആരുമില്ലേ? ഹനുമാൻ വന്നില്ല, കഥ നടക്കില്ല. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ചാട്. ഒരു വീഴ്ച വീടല്ലേ ചൂടച്ചൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ കയറില്ല. കുറെ കഴിഞ്ഞപ്പോൾ സെറ്റ് വർക്കിനൊന്നും മച്ചാമ്പരീസ് കള്ളി കൊണ്ട കൊടുത്ത് നേരെ മുകളിലേക്ക് കയറി എന്നെ തള്ളിയിടാൻ പോണ പോലെ അങ്ങോട്ട് കയറി മച്ചാമ്പറീസ് എന്നെ വിളിച്ച് അങ്ങോട്ട് തള്ളി വിട്ടാ. കൂടെ മച്ചാമ്പറീസും പോന്നു. ഞാനും സെറ്റ് വർക്ക് ചെയ്യണ മച്ചാമ്പറീസ് ഹനുമാനും സെറ്റ് വർക്ക് ചെയ്യണ മച്ചാമ്പറീസും ബ്രിട്ടാനിയ ടിന്നും ഒക്കെ കൂടിയിട്ട് സീതയുടെ മുമ്പിൽ ജനം ഒരു കൂക്ക് ഒടുങ്ങിയിട്ട്. കാരണം ഇങ്ങനെ പുരാണ നാടകം ഉണ്ടാ ബ്രിട്ടാനിയ ടിന്നും സെറ്റ് വർക്ക് ചെയ്തിട്ട്. സൈനുദ്ദീനുമായിട്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയിട്ട് ഒരു മിമിക്രിയിൽ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടെങ്കിൽ സൈനുദ്ദീനായിട്ടുള്ള സഹവാസം അല്ലെങ്കിൽ സൈനുദ്ദീനായിട്ടുള്ള പരിപാടി. കാരണം എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് സൈനുദ്ദീൻ. കോമഡിയിൽ ഇത്രയധികം ഒരു ലൈഫിൽ പറഞ്ഞിരിക്കുന്ന കോമഡികൾ എനിക്കൊന്ന് സിനിമയിൽ അതിൻ്റെ ഒരു അംശം പോലും വന്നിട്ടില്ല. വളരെ ഇപ്പോൾ ഏറ്റവും എന്ന് പറഞ്ഞ ഒരു എനിക്കൊരു 10-15 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ സൈക്കിളിന് സൈനുദ്ദീനെ വീട്ടിൽ ചെല്ലും, സൈനുദ്ദീനെ കാണാൻ വരുമ്പോൾ സൈനുദ്ദീൻ ചിലപ്പോൾ വരാന്തയിൽ ഒരു അരമതിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും കൊടികുത്തി. ഞാൻ സൈനുദ്ദീനാ ഇത്തിരി വെള്ളം എടുത്തേ, എടാ ഞാനൊരു പൊസിഷനിൽ കിടക്കണം, നീ വേണമെങ്കിൽ പോയി എടുത്തു കുടിക്കും. എടുത്തരില്ല. അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അകത്ത് നിന്ന് വെള്ളം എടുത്തു കുടിക്കാം. എടുത്തരില്ല. ശരിക്കും ഞാനത് ആസ്വദിക്കാറുണ്ട്. അവൻ ആ പൊസിഷനിൽ ഇങ്ങനെ കിടക്കുകയാണ്, എടുക്കാനുള്ള മടി. സൈനുദ്ദീൻ്റെ വീടിനടുത്ത് ഒരു ജമാൽ എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ സൈനുദ്ദീൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇലക്ട്രീഷ്യൻ. ഫീസായ ബൾബ് മാറ്റും, മെയിൻ സ്വിച്ച് ഓഫ് ആക്കും, ഇതൊക്കെ അറിയാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഇലക്ട്രീഷ്യനാണെന്നാണ് അവൻ്റെ ഇപ്പോൾ പുള്ളിയുടെ പ്രധാന. ഇപ്പോൾ 4 പേര് സംസാരിച്ച് നിൽക്കുവാണെങ്കിൽ ജമാലും ഇങ്ങോട്ട് വരും, 2 ബാറ്ററി, ഒരു ബൾബ്, ഒരു ഇഷ്ടം വയറായിട്ട് വന്നിരിക്കുന്ന ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും. ഇത് കണ്ട പീസായ ബൾബാണ് ഞാൻ കത്തിച്ചാണ്, കണ്ട ഇതാണ് ജമാൽ. അപ്പോൾ ജമാൽ വന്നിട്ട് എപ്പോഴും സൈനുദ്ദീനോട് പറയും, ചെന്തിനിക്ക ഈ കലാഭവനിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടെങ്കിൽ സൗണ്ടിൻ്റെയൊക്കെ സിനിമ നോക്കട്ടെ പറഞ്ഞ് സൈനുദ്ദീൻ ചാടയിലേക്ക് അങ്ങനെ ഒരിക്കൽ കലാഭവനിൽ പറഞ്ഞ് എടുപ്പിച്ചവനാണ് മൈക്ക് ഓപ്പറേറ്റർ അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഇവൻ വന്ന ഫസ്റ്റ് ഡേ പ്രോഗ്രാം ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ PV സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നു. ഭയങ്കര രസം. അന്ന് ആ സിസ്റ്റം കൊണ്ടുവന്നാൽ ഞങ്ങളൊക്കെ വായിന്ന് വെള്ളം വരും മിമിക്രിക്കാർ. കാരണം ഇറങ്ങിയിട്ടുള്ളൂ. ഹലോ എന്നാ കേട്ടക്കും 1 കിലോ ആയിട്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞങ്ങളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചു വന്നിരിക്കുമ്പോൾ ഈ ജമാൽ പതുക്കെ ഇങ്ങനെ വന്നിട്ട് അവനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ട കൈയൊക്കെ പൊരിക്കണം. എനിക്ക് സിസ്റ്റം കണ്ടിട്ട് അവനിക്കിങ്ങനെ വെള്ളം അനുവായി. അവനിങ്ങനെ എടുത്തൊരു വയറെടുത്തിട്ട് ഒക്കെ നോക്കിയിട്ട് ഉരുത്തി കംപ്ലീറ്റ് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിർത്തി. ഇത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പുക ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ സ്റ്റേജിൽ നിന്ന് കണ്ടു. ഞാൻ ഓടി മധു
പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട്. മധുവാണ് sound operator. സൗണ്ട് ഓപ്പറേറ്റർ മധുവിൻ്റെ തലയിലാണത്. ഞാൻ പറഞ്ഞു മധു നീ ഇപ്പോൾ കുഴപ്പമുണ്ടാക്കരുത്, നീ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് സിസ്റ്റം വേറെ എടുപ്പിക്കാം, എന്നിട്ട് നമുക്ക് അവനോട് ചോദിക്കാം, ഇപ്പോൾ പ്രോഗ്രാം നടക്കട്ടെ. മധു അതുപോലെ തന്നെ ചെയ്ത് മധുവിനെ കയറി പിടിച്ചു, പ്രശ്നമായി. ചുരുക്കി പറഞ്ഞ വിധി, അച്ഛൻ്റെ വിധി വന്നു. ഈ സെറ്റിൻ്റെ പൈസ കംപ്ലീറ്റ് സൈനുദ്ദീൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. സൈന്യം കൊണ്ടുവന്ന സൈനുദ്ദീൻ ഇവൻ്റെ ആജന്മ ശത്രുവായി. സൈനുദ്ദീനാണ് ഇവനെ പറ്റി പറയുമ്പോൾ എന്നോട് സൈന്യത്തിന്റെ പൈസ പിടിച്ചു പിടിച്ചു തുടങ്ങി. ഓരോ പ്രോഗ്രാമേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ ഫാദർ മരിച്ചു, ആര്? ഇലക്ട്രീഷ്യൻ. ജമാലിൻ്റെ വാപ്പ മരിച്ചു. വാപ്പ മരിച്ചപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു വെളുപ്പിനാണ് മരിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ നേരെ സൈക്കിൾ എടുത്തുകൊണ്ട് സൈനുദ്ദീനെ വീട്ടിൽ ചെന്ന് ഒന്ന് പോവാല്ലേ, ഞാൻ പറഞ്ഞു പോവാം. ചെന്നപ്പോൾ ഇങ്ങനെ ഡെഡ് ബോഡി ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഇവൻ തലയുടെ ഭാഗത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു എന്തായിരുന്നു ജമാല? ബാപ്പ വെളുപ്പിന് 3 മണിയായപ്പോൾ തല ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോയി. ഡോക്ടറെ കൊണ്ട് വന്നപ്പോഴേക്കും ഒരനക്കമില്ല. ഒരനക്കമില്ല. അപ്പോൾ സേനു ചോദിച്ചു എങ്ങനെ? അല്ല ഒരനക്കമില്ല. സേനുദ്ദീൻ കൊണ്ട് കയറി വന്നിട്ട് ഇവനോട് പറയണേ മരിച്ചു കിടക്കാൻ. 2 ബാറ്ററിയും ഒരു ബൾബും വെച്ചൊന്ന് അനക്കി നോക്കാറുന്നില്ലെന്ന്. ഇവൻ ഒരു ലുക്കാണ് എന്നെങ്ങനെ. അപ്പോൾ ഞാൻ സേനുദ്ദീനോട് പറഞ്ഞു സേനുദ്ദീൻ നീ എന്ത് വർത്താനോട് പറയണം, അവൻ്റെ വാപ്പ മരിച്ചു കിടക്കണല്ലേ. എടാ ഇപ്പോൾ ഇവനോട് പറയാണ്ട് ഇപ്പം ആരോട് എപ്പോൾ പറയാനാണ്? തമാശക്കൊരു സമയമുണ്ട്. ആ സമയത്ത് കറക്റ്റ് ഡോസിൽ പറയണം. അതാണ് തമാശയുടെ ഒരു സക്സസ്. എന്തായാലും ഈ ഇത്രയും രസകരമായ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അതിനിടയ്ക്ക് നമുക്കൊരു സ്കിറ്റ് കണ്ടിട്ട് വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ജീവിതത്തിൽ പ്രണയിക്കാത്തവരായ ആരുണ്ട്? പ്രണയത്തിന് പ്രായമില്ല, കാഴ്ചയും. പ്രണയം സുന്ദരമാണ്, സുരഭിലവും. പക്ഷേ ആ പ്രണയത്തിന് ആകെ വേണ്ടത് ഒന്നു മാത്രം, നല്ല കറ തീർത്ത ചങ്കൂറ്റം. ലക്ഷണം പറയും മുഖലക്ഷണം പറയും, കൈ നോക്കി മുഖലക്ഷണം പറയും. ലക്ഷണം പറയും മുഖലക്ഷണം പറയും, കൈ നോക്കി മുഖലക്ഷണം പറയും. ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ അറിയാനുള്ളവർക്ക് അറിഞ്ഞിട്ട് പോകാം. ഭാവി ഭൂത വർത്തമാനങ്ങൾ പറയും. 10 രൂപ തന്നാൽ 5 രൂപയിൽ കുറയാത്ത കാര്യങ്ങൾ ഉള്ളതുള്ളതുപോലെ പറഞ്ഞു കഴിയും. ഉള്ളതുള്ളതുപോലെ പറയും. ഭാവി ഭൂത വർത്തമാനങ്ങൾ പറയും. ഭാവിയിലെ ഭൂതങ്ങൾ വർത്തമാനം പറഞ്ഞു പോകുന്നത് കണ്ടോ കേട്ടവന്മാർ. കഷ്ടകാലമുള്ളതുള്ളതുപോലെ കുടുംബത്തേക്ക് കടന്നു വരാൻ കഴിയാൻ സാധ്യതയുള്ള മക്കളെ സമയമാണ്. ഒരടി മുന്നോട്ട് വെക്കരുത്. എന്നും മറവിൽ തിരിവ് സൂക്ഷിക്കുക. മുന്നോട്ടുള്ള ഓരോ പ്രയാണങ്ങളിലും അപകടം പതുങ്ങിയിരിപ്പുണ്ട്. തലയിൽ തേങ്ങ വീഴാനും ആന ചവിട്ടാനും യോഗമുണ്ട്. വാഹനങ്ങളിൽ മിതമായ താല്പര്യം കാണിക്കുകയാണെങ്കിൽ നല്ല സമയമാണ്. അപകടയോഗം കാണുന്നുണ്ട്. വാഹനങ്ങൾ എടുക്കാമെങ്കിൽ എടുത്തോളൂ. തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവാധീനം വളരെ കുറവാണ്. അത്തഞ്ചിത്ര ജ്യോതി വിശാഖം 27 നാളുകളിൽ ഒരു നാളുകാരനല്ലേ. ദൈവാധീനമുള്ളതുകൊണ്ട്, മനസ്സിൽ ദൈവാധീനമുള്ളതുകൊണ്ട് കാര്യങ്ങൾ ഒരുപാട് പറയാൻ കഴിയുന്നുണ്ട്. ഭാവിഭൂത വർത്തമാനങ്ങൾ പറയും. കൈ നോക്കി മുഖലക്ഷണം പറയും. മുഖം നോക്കി കൈ ലക്ഷണം പറയും. അത്തഞ്ചിത്ര ജ്യോതി വിശാഖം. മകരം, തിരുവം, കുംഭം, മീനം, ഇടവം. 28-നാണ് മോളുടെ കല്യാണം. എനിക്ക് മകളില്ല. എന്റെ മോളുടെ കല്യാണം നടത്താലോ. വട്ടമിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. ആര്? പെണ്ണല്ല. മുകളിലേക്ക് നോക്കൂ കാക്ക. അങ്ങോട്ട് മാറിക്കൂ. എന്താ പേര്? രാജേന്ദ്രൻ. അനിയന്റെ പേര് രാജേന്ദ്രൻ എന്നാണെങ്കിലും രാജൻ എന്നുള്ള പേരൊക്കെ കൊള്ളാം. പക്ഷേ ജനിച്ച നക്ഷത്രം മൂലം. ജീവിതത്തിൽ ആ മൂലയിൽ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ മുന്നോട്ടുള്ള ഒരു പ്രയാണവും ഞാനിവിടെ കാണുന്നില്ല. എല്ലാരും പറയുന്നുണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട ആളാണ്. ടെൻസിംഗ് ഹിലാരിയും ഹിമാലയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മുകൾ കയറി കൊടി പാറിക്കേണ്ട ആളാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കും മുമ്പ്, ആ ഭൂമിയിൽ ജനിച്ചുകൊണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്ന മുമ്പ് അത് കണ്ടുപിടിക്കേണ്ട ആളാണ്. ഇവിടെ ജനിച്ചുകൊണ്ട് ഒന്നും പറ്റില്ല. ഇവിടെ ജനിക്കേണ്ടതല്ല, ഇവിടെ ജനിക്കാനേ പാടില്ലായിരുന്നു. ഇപ്പൊ ജനിച്ചു പോയി. അതെ, ജീവിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഭാര്യ. ഭാര്യ പറയാൻ എന്താണ് ഇത്ര താമസം? എത്ര വയസ്സുണ്ട്? 32. അച്ഛൻ എത്ര വയസ്സുണ്ട്? അച്ഛൻ 62. അച്ഛൻ എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റി പണിക്ക് പോകുന്നു. 62 വയസ്സുള്ള അച്ഛൻ സെക്യൂരിറ്റി പണിക്ക് പോകുന്നു. മകൻ എന്തിനു പോകുന്നു? അവർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു. 32 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് വാരം ചുമന്ന് ഇപ്പോഴും കുടുംബത്തിന് ഭാരമായി നടക്കുകയാണ്. നാഗദോഷങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് തുറന്നേ. രാവിലെ ഒരു ഇറക്കം, പിന്നെ ഒരു കറക്കം, പിന്നെ ആരെങ്കിലുമായിട്ടൊരു തർക്കം, വീട്ടിൽ ചെന്ന് കയറി ഉറക്കം. അതല്ലേ ഉത്തരവാദിത്വത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നടക്കേണ്ട ആളല്ല, രക്ഷപ്പെടേണ്ട ആളാണ്. വളരെ നാളുകൾ കൊണ്ട് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തു തീർത്തിട്ടില്ല. പക്ഷെ ചെയ്തു തീർക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. 10 രൂപയിൽ കുറയാത്തൊരു നോട്ടെടുത്ത് കയ്യിൽ പിടിക്കുക. ദൈവമേ, സകല ദോഷങ്ങളും മാറി
സകല അനുഗ്രഹങ്ങളും അനിയന് കൊടുക്കണമേ. നോട്ട് കീറിയിട്ടുണ്ടോ? ഇല്ല. ഊട്ടയുണ്ടോ? ഇല്ല. കൈനീട്ടി പ്രാർത്ഥിക്കുക. കണ്ണടക്കുക. ഒരു കണ്ണ് തുറക്കുക. നോട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട്. നാഗദോഷങ്ങൾ മാറാൻ നാഗദൈവങ്ങളെ നാഗദോഷങ്ങൾ മാറിക്കിട്ടണേ. ശനീശ്വര ഭഗവാൻ പറമ്പിലും പാടത്തും നിന്ന് വിളയാടാതെ അതൊക്കെ ചേട്ടൻ പറഞ്ഞു. ഓക്കെ, കണ്ണു തുറന്നോളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഭൂതപ്രേത പിശാചുക്കളെ എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൈസനകത്തേക്ക് വെച്ചോളൂ. ഇതിൽ വെക്കണം. എത്രയാണത്? നോക്കിയില്ല. വെച്ചോളൂ. വെച്ചു. നന്നായിട്ടുണ്ട്. നന്നായിട്ട് വരും. കുറച്ച് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റുള്ള ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനെ ഒരു 10,000 തേങ്ങ അടിക്കണം. അത് അടിക്കാനുള്ള കഴിവില്ല. തേങ്ങക്ക് ഇപ്പോൾ വില കൂടുതലാണ്. അതുകൊണ്ട് ഒറ്റത്തെങ്കിൽ ഒതുക്കാം. ഒറ്റത്തെങ്കിൽ ഒതുക്കി പഴഞ്ഞ ആണ്ടവന് 1001 പടിയുണ്ട്. 1001 അല്ല, 1008 അല്ലേ? 8 വന്നു. അത് ഈടക്ക് വന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞു. 1008 പടിയും കയറി അവിടെ ചെന്ന് സാഷ്ടാംഗം മുട്ടയടിച്ച് തിരിച്ച് താഴെ വരണം. സർവ്വദോഷങ്ങളും മാറിക്കിട്ടണം. പൂർവ്വജന്മങ്ങൾ വട്ടമിട്ട് കറങ്ങുന്നുണ്ട്. കുടുംബത്തിൽ ആരോ മുൻപ് ഒരു അപകട മരണം നടന്നതായിട്ട് കാണുന്നുണ്ട്. മുത്തച്ഛൻ മരിക്കും. വെള്ളത്തിൽ പോയാണ് മരിച്ചത്. കപ്പി പൊട്ടി താഴെ പോയി. അച്ഛൻ ചെത്തിയിട്ടാണെന്നാ പറയണം. അപ്പം താഴെ കിടന്ന് വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരു കരിങ്കൽ മുകളിലേക്ക് ഇട്ടു. തൊട്ടി തലയിലിട്ടതാണ്. പിന്നെ അത് മണ്ണിട്ട് നികത്തി കളഞ്ഞു. ഇപ്പോഴും ജാകാതെ അപ്പൂപ്പൻ താഴെ കിടന്ന് വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ പാപഭാരവും ഇപ്പോഴും കുടുംബത്തിൽ നിൽക്കുന്നുണ്ട്. സകല ദോഷങ്ങളും മാറിക്കിട്ടാൻ ദൈവാധീനമുള്ളത് കൊണ്ട് ഇപ്പൊ സാധിക്കുന്നില്ല. സാധിക്കണം. അനിയന്റെ കർമ്മയോഗങ്ങൾ കാണുന്നുണ്ട്. മേടയുധവും വർക്കടവും 16-ാം തീയതി. 16-ാം തീയതി എന്താണ്? 16-ാം തീയതി ഒന്നുമില്ല. 17-ാം തീയതി ഒരാൾ വന്ന് കാണും. എന്നെ അതാരാണ്, എന്താണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണെന്ന് അറിയണമെങ്കിൽ 50-ൽ കുറയാത്തൊരു നോട്ടെടുത്ത് കയ്യിൽ പിടിക്കുക. 50-ൽ കുറയാത്തൊരു നോട്ടെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് മുജ്ജന്മ പാപങ്ങളെല്ലാം 500 വെച്ചാലും പൂർവാധികം ശക്തി 500-ലായാലും താഴെയില്ല. വെച്ചോളൂ. കൊടുക്കുമ്പോൾ ഇനി വല്ലതും ബാക്കിയുണ്ടോ? ദോഷങ്ങൾ മാറാൻ ഇനിയും വേണ്ടി വരും. വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? വീട്ടിൽ 5 മെമ്പേഴ്സ്. 5 മെമ്പേഴ്സിനെയും എത്ര നോട്ടുണ്ടാവും? തലക്കൊഴിച്ച് വെച്ചേക്കൂ. കാര്യം ആ പാപഭാരങ്ങൾ അവിടെ വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് പോന്നു. 1000-ന്റെ വെച്ചോളൂ. സമയം തെളിഞ്ഞൊന്നു മാത്രം ചുറ്റിച്ചോളൂ. ഒരുപാട് വീട്ടുകാരെ ചുറ്റിച്ചിട്ടാണ്. വെച്ചോളൂ. വിവാഹം കഴിഞ്ഞതല്ലേ? കുടുംബമായിട്ട് എവിടെയെങ്കിലൊക്കെ പോകാറുണ്ടോ? ഇല്ല, ഭാര്യയായിട്ട് അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകണം. ഭാര്യയുമായിട്ട് താങ്കൾ പോകുന്നത് കാണാൻ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ശീലമുള്ളതല്ല. അങ്ങനെ ശീലമുള്ള ആളല്ലെങ്കിലും നിങ്ങൾ ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അല്ല, ഈ 16-ാം തീയതി എന്നെ ആരോ കാണാൻ വരും. ലക്ഷണം പറയും, മുഖലക്ഷണം പറയും, കൈ നോക്കി മുഖലക്ഷണം പറയും. ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് അറിഞ്ഞിട്ട് പോകാം. ശാസ്ത്രം ഒരിക്കലും നുണ പറയത്തില്ല. ഉള്ളത് പറയത്തില്ല, ഇല്ലാത്ത പറയാം, മടി കാണിക്കത്തില്ല. 10 രൂപ തന്നാൽ 5 രൂപയുടെ ഫലം പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല. കാര്യങ്ങൾ ഒരുപാട് പറയാനുള്ള ആളാണ്. ഇതിന്റെ ലക്ഷണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഭൂമി കയറടിച്ച് കിടക്കാന്നല്ലാതെ അയ്യോ വേറെ ഒരു കാര്യവും ഇതിനെ കൊണ്ടൊക്കെയില്ല. എന്റെ പൊന്നെ, അദ്ദേഹത്തെ അറിയല്ലേ? ഇല്ല. അപ്പോളോയിൽ വർക്ക് ചെയ്യണ ആളാണ്. എപ്പോഴോ അല്ല, അപ്പോളോയിലെ ഓഫീസറാണ് പോയത്. അയാളുടെ വരുമാനം എന്താണെന്നറിയാവോ? എന്താ? ലക്ഷങ്ങളാണ്. ലക്ഷം കണ്ടവനെയും ലക്ഷണം കെട്ടവനെയും കണ്ടാൽ തിരിച്ചറിയാം. അയാളെയൊക്കെ കണ്ടുപിടിക്കൂ. ആ ലക്ഷാധിപതിയാണെന്നുള്ളൊരു ഗൗരവഭാവം അദ്ദേഹത്തിന്റെ മുഖത്തില്ല. പക്ഷെ താങ്കളുടെ മുഖത്തുണ്ട്. അത് മാറിക്കിട്ടണം. സർവ്വദോഷങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി 16-ാം തീയതി 16-ാം തീയതി ആര് വരുമെന്ന് എനിക്ക് ഒരാൾ വരും. ആ ആൾ ആരാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതോടുകൂടി സർവ്വദോഷങ്ങൾ മാറി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്റെ ദൈവമേ. ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ. ബാബുവിനെ കണ്ടുമുട്ടുന്നതോടുകൂടി സകല ദോഷങ്ങളും മാറും. ബാബു എന്നെ വന്ന് കാണും. ബാബു നിങ്ങളെ വന്ന് കാണും, നിങ്ങളെ കണ്ടുമുട്ടും. പിന്നെ ഒരു കാര്യം പറയാൻ എനിക്കുള്ളത്, ചീറിപ്പാഞ്ഞു കാറിലൂടെ പാഞ്ഞു നടക്കുമ്പോൾ, ഡാൻസറിലോ ഓടിയിലൊക്കെ നടക്കുമ്പോൾ വഴിയൊരിക്കലും ഒരു പിച്ചക്കാരനെ പോലെ ഞാൻ ഇരിപ്പുണ്ടാവും. ഭാവിയിൽ ഒരു പണക്കാരനായി മാറുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു നാരങ്ങവെള്ളം മേടിച്ചു തരുമോ? 16-ാം തീയതി മറക്കരുത്. 16-ാം തീയതി ബാബു നിങ്ങളെ കാണും. രക്ഷപ്പെട്ടിരിക്കും. മുഖത്ത് ഐശ്വര്യമുണ്ട്. പോയിക്കോളൂ. അതെ, ഈ എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ല. ഈ ചേട്ടന്റെ പേര് പറഞ്ഞില്ല. ഇനി ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞൊന്ന് കോണ്ടാക്ട് ചെയ്യണോക്കി. ബാബു 16-ാം തീയതി കാണാന്ന്. അതെ അതെ അതെ. ഇവിടെ ഭയങ്കര കയ്യിലുള്ള കാശൊക്കെ മേടിച്ചിട്ട് രാവിലെ കാശുമൊക്കെ പോയി. അതെ, 9:30-ക്കുള്ള ബസ് പോയാ? 9:30-ക്കുള്ള ബസ് പോയി ഞാനിവിടെ നിൽക്കുവോ? അതല്ല, എങ്ങോട്ടാ? ഡൽഹിക്ക് ഇവിടുന്ന് ബസ്സില്ലല്ല. വിവരക്കേട് പറയാറ്. ഇവിടെ നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക്, അവിടെ നേരെ എയർപോർട്ടിലേക്ക്, അവിടെ നിന്ന് ഫ്ലൈറ്റിന് ഡൽഹിക്ക്. ഓ, അവിടെ എന്താ ബിസിനസ് ആണോ? നോ. പിന്നെ ക്രിക്കറ്റ് കളി നേരിട്ട് കാണാൻ പോയാ? കളി കാണാനോ? പിന്നെ കാണാനല്ല, പിന്നെ കളിക്കാൻ. ഏത് ടീം? IPL. മുംബൈ ഇന്ത്യൻസ്, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. അല്ല, ഞാൻ ഈ ക്രിക്കറ്റ് ഒക്കെ കാണാണ്. എനിക്ക് മനസ്സിലായില്ല, പേരങ്ങാട്ട് പിടുത്തം കേട്ടത്. മുംബൈ ഇന്ത്യൻസ് അറിയില്ല? അറിയാം, പക്ഷെ ഞാൻ ക്രിക്കറ്റ് ഒക്കെ കാണാൻ. എനിക്ക് ആളെ മനസ്സിലായില്ല, പേരങ്ങാട്ട്. സച്ചിൻ ടെണ്ടുൽക്കർ.
ഭാഗ്യം 9:30 വണ്ടി പോയിട്ടില്ല, അവള് വന്നിട്ടില്ല. ഭാഗ്യം 9:30 വണ്ടി പോയിട്ടില്ല, അവള് വന്നിട്ടില്ല. എല്ലാ ദിവസവും തന്നെ പറഞ്ഞത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി എന്നിട്ട് കൂടെ വരുവാ. ഇന്നെങ്കിലും ഞാൻ അവളോട് പറഞ്ഞോളൂ ഇഷ്ടമൊന്നും. അല്ല, സാഹചര്യങ്ങൾ ഒന്നും ഒത്തു കിട്ടിയിട്ടില്ല, അതുകൊണ്ടല്ലേ ഇത്ര നാൾ പറയാതിരുന്നത്. അത് ഒത്തു കിട്ടും. നിനക്ക് അവളെ കെട്ടണം. 5 കുട്ടികളുണ്ടാവും. പിള്ളേരെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് കെട്ടണം. നിനക്ക് കെട്ടണമെങ്കിണ്ടാ ആ പെങ്കൊച്ച് വന്ന് നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നീ കാര്യം കൂടെ പറഞ്ഞേക്കാം. ഞാൻ പറയും, പറയും. ഇപ്പോഴും എനിക്ക് നെഞ്ചെടുപ്പ് കൊടുക്കുന്നുണ്ട്. എടാ, നീ പേടിക്കാതിരിക്കും. കുറെ നാളെ നിന്റെ പുറകെ കിടക്കേ. ഇല്ല. എന്റെ ദൈവമേ, ഒന്നും പറയണ്ട. രാവിലെ തന്നെ ഒരു കൈ നോട്ടി എന്നെ ഗോവി അടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു പ്രാന്തൻ. മൊത്തത്തില് പ്രശ്നം. ഓക്കെ, നീ വേണം. അതെ, അവള് വരുമ്പോഴേ പറഞ്ഞോളൂട്ടാ. അല്ല, ഇവന് ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ? ഇവൻ ലോകം മുഴുവൻ പരത്തിക്കളയും. ഞാനോ പെങ്കൊച്ചും കൂടി ലൈനാണ്. എടാ, നിനക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വിടുക, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാം ചങ്കൂറ്റത്തോടെ ഞാൻ പറഞ്ഞേക്കണം. ഒന്നും കൂടി ഞാൻ നിന്റെ കൂടെ നിൽക്കൊള്ളൂട്ടാ. നീ പറഞ്ഞോളാം. ഇവനെ ഒഴിവാക്കിയാ പോരെ. ഞാൻ ചിരിക്കും, നീ കൂടെ ചിരിച്ചാ മതി. ഓക്കെ. വന്നില്ലേ? അയ്യേ, എന്താടാ ഇളിക്കണതിനും വേണ്ട. പിന്നെ ഇവൻ ഞാൻ തുണിയില്ലാ നിക്കണ ഇവിടെ ഇരുമേണ്ട കുറച്ചിടാനായിട്ട്. എന്താടാ എന്നെ കണ്ടിട്ട് ചാപ്പിളിനെ പോലെ ഉണ്ടോ? കോമഡി കാണിച്ച എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. മനുഷ്യരെ കളിയാക്കാൻ. പിന്നെ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്താണോ ജോണി? പിന്നെ ജോണി എന്റെ ഇൻഡിവിജ്വൽ അല്ലേ, ചങ്കാണ് ജോണി. അത് തന്നെ സംഭവം. അത് തന്നെയാണ് ജോണി എന്ന് പറഞ്ഞു. ജോണി 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 എനിക്കൊരു ചിരിയും തന്നെ. ജോണിക്ക് തന്നെ വേണ്ട കോമഡി. ഇത് ഞങ്ങൾക്ക് ചിരി വരുന്നുണ്ട്. എന്താ കാര്യം എന്താണെന്ന് പറയണം അവരോട്. വേറെ ഒന്നുമില്ല. ജോണി നിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? അതെ. അവന് നിനക്ക് വിശ്വാസം ഉണ്ടാ? പിന്നെ ഭയങ്കര വിശ്വാസമല്ലേ നീ? എന്നാ പോയി. എന്ത് പോയി? എന്നാലും എന്റെ വീട്ടിൽ ചെന്നപ്പോ നിന്റെ ഭാര്യയും ജോലിയും കൂടി വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല പറഞ്ഞെന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ ഒന്നും കൊണ്ടില്ല. അതാവുമ്പോ വീട്ടില് അങ്ങനെ. പക്ഷെ അത് ശരിയാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ പെരക്കാത്തൊരു കുശുശിപ്പ്. ഞാൻ ചെന്ന് നോക്കുമ്പോ ജനൽ വഴി നോക്കുമ്പോണ്ടില്ല, നിന്റെ ഭാര്യയുടെ മടിയിൽ ജോണി കിടക്കുന്നു. അവൾ അവന് സെർലാക്ക് കൊടുക്കുന്നു. നീ കണ്ടോ? ഞാൻ കണ്ടു. എനിക്ക് ഇന്ന് ജോണിയാ ഞാൻ ഒരാളെ ഈ ഭൂമിയിലുണ്ടോ? അത് മതി, ഞാൻ കണ്ടിട്ട് വരാം. എടാ ജോണി ചെല്ല്, നിന്നെ ശരിയാക്കി തരാടാ. എടാ മഹാഭാവി, നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ അവന്റെ കുടുംബം ഞാൻ കലക്കി നിപ്പാ. ഇല്ല, പറഞ്ഞു മനസ്സിലായോ? ആ പെണ്ണ് വന്ന് അപ്പൊ തന്നെ പറഞ്ഞോളാം. ഞാൻ പറയാം. ചെന്നിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് തട്ടിക്കോ. എന്താടാ കണ്ണുറിച്ച് കണ്ടു? ആരുമില്ല, നല്ല തക്കോണ്. പോരാത്തിന് ഏതോ അമ്പലത്തിൽ കല്യാണം നടക്കുന്നുണ്ട്, തകിലടിയും കേൾക്കുന്നുണ്ട്. തകിലടിക്കണമല്ല, എന്റെ മുട്ട് 2 കൂട്ടിയടിക്കണം. നീ ഒന്ന് ചെല്ലി പോയി പറ. എനിക്ക് പേടിയാണെന്ന്. ഒരു കാര്യം ഞാൻ പൊക്കളെ വിട്ടാ പറയാല്ലേ? പറ, ചെന്ന് പറ. കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല എന്ന് പറ. ചെല്ലി അങ്ങോട്ട് ചെല്ല. നീ എന്താ പറഞ്ഞ? എന്താണ് ജോണിയെ കുറിച്ച്? ആ, ജോണി എന്റെ ഭാര്യയുടെ മടി തല വെച്ച് കിടക്കണം. നീ കണ്ടു? വെറുതെ അനാവശ്യം പറയരുത് കേട്ടാ. ഞാൻ പോയി നോക്കിയടാ, ജോണിയൊന്നും അല്ല. പിന്നെ എനിക്ക് പോലും പരിചയമില്ലാത്ത ഒരുത്തൻ. അത് നീ ചോദിച്ചില്ലേ? പിന്നെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാനിതിനെ ചോദിക്കണം. എനിക്ക് വേറെ പണിയുണ്ട്. അതെ, ഇപ്പൊ ആരുമില്ല. ധൈര്യമായിട്ട് ചെന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെ പറയണോ? നീ ചെന്ന് പറടാ. നാളെ പറഞ്ഞാ പോരെ? പോയി പറടാ. ചെല്ലി പറയട്ടെ. ധൈര്യമായിട്ട് ചെല്ലി ചെല്ലി. എന്താടോ? തീപ്പെട്ടിയാ? തന്റെ പേരെന്താ? ഷിപ്പ്. ഷിപ്പാ? താൻ കൊറേ നാളായിട്ട് എന്റെ പുറകെ നടക്കണല്ലോ. തനിക്ക് നാണോ ഇല്ലേ? എന്താ കാര്യം? വണ്ടി വിടാ, അവളെ അടഞ്ഞിരിക്കാണ്. ഇറങ്ങണ പോത്താ ഇങ്ങോട്ട്. നീ എന്താ അവളോട് പോയി പറഞ്ഞത്? തീപ്പെട്ടി എന്താന്ന് ചോദിച്ചു. ഗ്യാസ് കുറ്റി ചോദിക്കാൻ പറഞ്ഞ. എടാ അതൊന്നുമല്ല, അവള് നിന്നോട് എന്താ ചോദിച്ചില്ല? എന്റെ പേര് ചോദിച്ചു. എന്താണ് പറഞ്ഞ? ഷിപ്പ്. നിന്റെ പേര് ഷിപ്പ് എന്നല്ലേ? പറ്റിപ്പോയി, എല്ലാം മാറി മറിഞ്ഞ അലമ്പായി പോയി. എടാ നമുക്ക് പോവാ. സൈക്കിൾ ഇന്നും കൂടി പറഞ്ഞില്ലെങ്കിൽ ഇനി മേലെ നിന്റെ കൂടെ ഞാൻ പറ്റില്ല. എന്റെ കൂടെ ഞാൻ വരില്ല ഇനി. നീ അങ്ങനെ പറയരുത് സജി. എന്ത്? നിനക്കറിയാമോ, ചെറുപ്പത്തിൽ 2ാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചപ്പോ ഒരു ഉച്ചക്ക് ഊണ് കറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ചോറ്റും പാത്രത്തിൽ നിന്നല്ലടാ എനിക്ക് ആ മുട്ടവർത്തന്റെ പകുതി തന്നത്. ആ നീ എന്നിട്ട് മുട്ടവർത്തന്റെ കാര്യം പറയരുത്. മുട്ടവർത്തന്റെ കാര്യം പറയരുത്. ഒന്ന് എന്റെ കൂടെ നിൽക്കോ? ഞാൻ നിൽക്കാം. പറയട്ടെ. ആരുമില്ല, നീ ധൈര്യമായിട്ട് പോയി പറഞ്ഞോപ്പാ. വിഷയാവോ? അവളെ എന്നെ കാണുമ്പോ ചൂടാവും. നീ പേടിക്കണ്ട. നീ ഒരു പ്രൗഢി വരുത്തിട്ടങ്ങ് ചെന്നാ മതി. ചെല്ല്. ഓട്ടെ.
നടക്കൂല. എന്താണ് പണി നടക്കൂല. എന്താണ് അവിടെ അജയനും വിജയനും വന്നേട്ടാ. അജയൻ വിജയനോ? ആ അതാരത്? എന്താണ് ഇത്ര വൈകി? അമ്മ ചോറുണ്ടാക്കാൻ നോക്കി. പിന്നെ ചോറുണ്ടാക്കാൻ വൈകി. ടൂൾസ് ഒക്കെ എടുത്താ? ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കുതിരയുടെ കാര്യം എന്തായി? ആ പണിക്ക് പോകാനായിട്ടാ കുതിരയൊക്കെ. അജയ നല്ല മഴക്കോളുണ്ട് കേട്ടാ. മഴക്കോറുണ്ടോ? നമുക്കിത് നൈറ്റിൽ നിന്ന് അടിക്കാം. അപ്പൊ കുഴപ്പമില്ല. ഇരിക്ക്. ആ ഉമ്മാരൊമ്പരുടെ ബസ്സിനെ പോകട്ടെ. എന്താണ് ഇവരെ പരിപാടി? എന്താ ഇന്നത്തെ കേസ് ചെസ് കളിക്കാൻ വന്നിരിക്കണാണ്. ബസ് സ്റ്റോപ്പിലാ? ആ ഇത് ഈ വൈകുന്നേരം പോകുള്ളൂ. ആ അപ്പൊ ഇന്ന് നടക്കൂല. നമുക്ക് പോയിട്ട് വരൂ. അവന്മാരെ ഒഴിവാക്കിയാ പോരെ? ഞാൻ ഒഴിവാക്കിയോളാം. എന്നാലെങ്കിലും നീ അവളോട് ഇഷ്ടമെന്ന് പറയണം. ഒഴിവാക്കിയാൽ ഞാൻ പറഞ്ഞിരിക്കും. വന്നേ, നല്ല ഞാൻ കുറ്റത്തിലേക്കാണ് ഞാൻ. നീ വാ, ഞാൻ പറഞ്ഞ പോലെ പറയാം. എന്തായി? ഞാൻ വെച്ചേ. പെട്ടെന്ന് വെക്കടാ. പോയിനെ കുറച്ച് മതി, സമയം വേണം വെക്കാനായിട്ട്. ഇത് നിന്നെ തോപ്പിച്ച് തരാം മോനെ. ഞാൻ വെച്ച്. അപ്പോൾ പശുവിനെ എടുത്തു വിട്ടു. പശുവിനെ പശുവല്ല, കുതിരയാണത്. അതെടുത്തു വിട്ടു. വെച്ച് പശുവിനെ മണ്ടത്തരം കളിക്കല്ലടോ. അതെടുത്ത് പുറത്തോട്ട് മാറ്റി വെക്ക്. തന്റെ ആന പോവില്ലേ? അതിന്റെ ഇതെടുത്ത് കയറ്റി വെച്ച്. അതൊരു കളിയാണല്ലോ. ബീട്രൂട്ട്. ബീട്രൂട്ടല്ല, റൂട്ട്. അത് വെക്ക്, അത് വെക്ക്. ഇറക്കി വെച്ച്. കറക്റ്റ്. അപ്പൊ എന്താണ് ഈ കാണിക്കണത്? അങ്ങനെയാണോ? ഷെയ്ക്ക്. ഷെയ്ക്കല്ല, ചെക്ക്. സംഗതി നല്ല കേക്കോളൂ. വെക്കല്ലേ, വെക്കല്ലേ. അവനാ വെച്ചതെന്ന് അത് ഞങ്ങൾ തമ്മിലായി കളി. മറിക്കേ, അല്ല മാറ് എന്റെ മാറ്. അല്ല ഇതെന്താ മാറിക്ക്. അല്ല ഞങ്ങള് ഡ്രോം. അതെങ്ങനെ ശരിയാകും? എന്താണ്? അതെങ്ങനെ ശരിയാകും? എന്താണ്? അതെങ്ങനെ ശരിയാണ്? ആ കളിച്ച ശരിയല്ല. ഇവിടെ വെച്ചതാ? നിന്റെ നെഞ്ചത്തൊന്നുമല്ല കൊണ്ട് വെച്ചത്. ഞങ്ങൾ കളിക്കുന്നതിന്റെ നിനക്കെന്താ വേറെ പ്രശ്നം? മാറ്. ചേട്ടാ 9 മണിയുടെ ബസ് പോയോ? എന്റെ മോളെ 9 മണിയുടെ ബസ് അവിടെ ബ്രേക്ക് ഡൗൺ ആക്കി കിടക്കുക ചന്തമുക്കില്. ഞാൻ ഇനി എങ്ങനെ കോളേജിൽ പോകും? അല്ല ഇപ്പൊ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ ആണല്ലേ? നന്നായിട്ട് പഠിക്കണ്ടല്ലേ? നന്നായിട്ട് പഠിക്കണ്ട. അച്ഛനൊക്കെ എന്തെടുക്കുന്നു? ചെസ്സ് കൊഴപ്പില്ലാതറിയാം, നന്നായിട്ട് അറിയില്ല. ചേട്ടന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ല, ചെസ് പണിയേ ഉള്ളൂ. ചെസ് പണിയല്ല, ചെസ് കളി. എന്തെങ്കിലും ചെസ് കളിച്ച് ഞങ്ങൾക്ക് വിശ്വനാഥൻ അതിൽ തോപ്പിക്കണം. അതാ ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് അടിക്കണം, നാഷണൽ അടിക്കണം, ഇന്റർനാഷണൽ അടിക്കണം. ഓ ഡെയിലി ഞങ്ങള് വീട്ടിൽ അമ്മ അടിക്കണ കേട്ടിട്ടുള്ളത്. അതൊക്കെ കേൾക്കാറുണ്ടല്ലേ? ചേട്ടാ കളിച്ചോ. അല്ല നിങ്ങൾ കളിച്ചോ. ബാടാ നമ്മളോട് കളിച്ചോളാം. എന്താണ് ഈ പറയുന്നത്? പറയാൻ പറ്റില്ല. ഞാൻ നല്ല ചങ്കൂറ്റത്തിലേക്ക് ഇനി രണ്ടും കൽപ്പിച്ചൊരു പണി ഞാൻ ചെയ്യും. ഒറ്റ പണി ചെയ്തോ. ഹലോ, ഒന്ന് വന്നേ. കളിച്ചോന്നേ. അല്ല കളി അവൻ ജയിച്ചു. അവൻ ജയിച്ചു. ഒരു മിനിറ്റ്. രണ്ടുപേരും പോ. അതേ ഏതാ പെണ്ണ്? ഡയലോഗുകാരി നല്ല രസമുണ്ട് കേട്ടോ. അത് സ്വഭാവം നല്ല രസമുള്ളതാണ്. പക്ഷെ ആ പെണ്ണിന് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടമാണ്. രണ്ടുപേരെ ഇഷ്ടം നിങ്ങളെ. പോടാ നമ്മുടെ അയലോക്കത്തെ പെങ്കച്ചിനെ കുറിച്ച് അങ്ങനെയൊന്നും അല്ല, ഈ ചെസ് കളി കണ്ടിട്ട് അതിന് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടി പിടിച്ചിട്ട് അതിൽ ആരാ ജയിക്കണമെന്ന് വെച്ചാൽ അവരെ ആ പെണ്ണിന് ശരിക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നിങ്ങൾ തമ്മിൽ ഇടി പിടിച്ചാൽ മതി. നല്ല യുദ്ധം നമ്മക്കിട്ട്. നിങ്ങൾ തമ്മിൽ ഇടി പിടിക്കില്ലേ? ഞങ്ങൾ ആത്മാർത്ഥ കൂട്ടുകാർ, ഞങ്ങൾ എന്തിനാണ് ഇടി പിടിക്കുക? പിന്നെ ചേട്ടൻ ഇത്രയും വലിയ അടി പുറത്തിട്ട് അടിക്കേണ്ട കാര്യമുണ്ടോ? ഈ അടി കൊണ്ട സ്ഥിതിക്ക് ചേട്ടൻ എന്തായാലും വണ്ടി ഔട്ടെന്നുള്ള കുഴപ്പം. ചവിട്ട് കൊണ്ടാവും വിടും, അവൻ അപ്പം അടിക്കും. കാരണം ഇത്ര ഒരു പോരെ കുട്ടി ഇനി ആരുമില്ല. പറയാം, ധൈര്യമായിട്ട് പോയി പറ. ഞാൻ പറഞ്ഞോ. ചെല്ലു പറ. നാളെ പറഞ്ഞാലോ? നീ ഒന്നും പോയി പറ. എനിക്ക് പണിക്ക് പോകണം, എന്റെ വീട്ടിൽ വഴക്ക് പറയാൻ തുടങ്ങിയെന്ന്. ഞാൻ പറയാം. എനിക്കിനി ഒന്നും നോക്കാനില്ല. ചെല്ലു, ധൈര്യമായിട്ട് പറ. എന്തായാലും 1.5 വർഷം നമ്മ പറയാം. ചെല്ലു, പോയി പറ. രണ്ടാലും നിന്ന് തീരുമാനിക്കും. ചെല്ലു. അവളെ എന്റെ അമ്മാവനല്ലേ അവൻ. അമ്മാവന്റെ മുമ്പിൽ വെച്ചാണ് എന്റെ പെണ്ണിനോട് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഒഴിവാക്കി എങ്കിലേ ഞാൻ പറയുള്ളൂ. ഞാൻ ഈ മരത്തെ എന്റെ പുറയിലുണ്ടാവും. ഒഴിവാക്കി വിട്. ഒരിടത്തോട്ട് തിരിഞ്ഞ് നടക്കുന്ന വഴി കൂടെ നടക്കാമ എല്ലായിടത്തും കംപ്ലീറ്റ് തെരുവ് നായ്ക്കളാ. അനന്തരവൻ എന്തിയെ? എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. നീ ഒറ്റൊരുത്തരാണ് അവനെ ചീത്താക്കുന്ന അറിയോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ എന്ത് ചെയ്തിട്ടെന്നാ? അവനോട്ട് ഇങ്ങനെ തണ്ടിത്തിരി നടന്നോ? ഞാൻ അങ്ങനെ പിള്ള കളിച്ചു നടക്കാം. ഞാനിപ്പോ പഠിക്കാൻ പോവുക. നീ പഠിക്കാൻ പോണോ? എന്ത് പഠിക്കാൻ പോണു? ശിങ്കാരിമളം. ഞാൻ അതിന് കിടക്കും ഇപ്പൊ. ഞാനൊന്നും അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് ഇന്നത് പോവാഞ്ഞേ? ഇന്ന് പോവാ. പട്ടി കടിച്ച എന്നെ കഴിഞ്ഞ ആഴ്ച. പട്ടി കടിച്ചോ? എന്നിട്ട്
പൊക്കൊല്ലൂറ്റി ഇഞ്ചക്ഷൻ വെച്ചാ? ഇല്ല, പട്ടി ഓടിക്കളഞ്ഞു. പട്ടിയല്ല നിന്നെ. അത് ഞാനെടുത്തില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ആ അത് ശരി. അമ്മാവനെ കൂടാ. ഞാൻ അവനെ തിരക്കി ഇറങ്ങിയതാണ്, ഒന്ന് ഉപദേശിക്കണം, നന്നാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടാ. ഞാനിപ്പോ എന്നിട്ട് ഡോക്ടറെ കാണാൻ പോവാ. ആണോ? പട്ടി അടിച്ചതിന്റെ ഇതിന്. അത് പോണോ, കൊണ്ട് കാണിക്കണോ? എന്റെ കണ്ണിന് ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? നീലി. നീലിയല്ല, പീലി. നീല കളർ പോലെ ഇങ്ങനെ തോന്നുന്നു, അതും പീലിയും കൂടെ ചേർത്ത് തരാം. രാവിലെ അമ്മ കട്ടൻ ചായ കൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എന്തോട്ട് ഒരു ഇത് വന്നു എനിക്ക്. അതെന്താ അങ്ങനെ? എന്താന്നറിയില്ല, അത് കുറെ നേരം നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴേ ഉമിനീരൊക്കെ മറ്റേ എന്താ ഇങ്ങനെ ശരിക്കും എന്താണെന്ന് അത് പിടികിട്ടണല്ലോ. ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴാ അമ്മ ഓടിക്കളഞ്ഞു. പിന്നെ വേറെ ആരുടെ കൂടെ എന്നെ കെട്ടിയിടാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ആ കാർന്നൊരു ഓടിയെടുത്ത് പുല്ല് മുളക്കിയല്ല. നിന്നല്ലേ ഇപ്പൊ അമ്മാനും പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. സത്യത്തിൽ നിനക്ക് പേയുണ്ടോ? ഇല്ല, ഞാൻ വെറുതെ അഭിനയിച്ചല്ലേ. എന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. നിനക്ക് അവളെ കെട്ടണ സജി, നീ ആത്മാർത്ഥമുള്ളവനാടാ. നീ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മാവനെ ഒഴിവാക്കി, ചെസ് കളിക്കാരെ ഒഴിവാക്കി, മറ്റവനെ ഒഴിവാക്കി, എന്നെയും കൂടി ഒന്ന് ഒഴിവാക്കി താടാ. എന്തിന്ന്? ഈ കേസിൽ അത് നീ പോയി പറഞ്ഞു. അല്ല, എനിക്ക് പറയാൻ ബുദ്ധിമുട്ട്, നീ പറഞ്ഞാൽ മതി. നിനക്ക് അവളെ കെട്ടണം. എനിക്ക് കെട്ടണം, 5 കുട്ടികളും വേണം. പിള്ളേരെ നിർത്തും. നീക്ക് അവിടെ കെട്ടണം, നീ പോയി പറ. നീ പറഞ്ഞാൽ മതിടാ, ഞാനിവിടെ നിന്നോളാം. ഞാൻ മിടുക്കനായിട്ട് അത് മാത്രം ചെയ്യില്ല. എൻ്റെ അമ്മയുടെ മുട്ടക്കറിയുടെ കാര്യം പറയുന്നു. മുട്ടക്കറി കാര്യം പറയുന്നു. പറ പ്ലീസ്. അവസാനമായിട്ട് എനിക്ക് വേണ്ടി ഞാൻ പോയി പറഞ്ഞോളാം. പറയണം. പക്ഷെ ഇന്നത്തോടുകൂടി എല്ലാം അവസാനിക്കുള്ളൂ. എനിക്ക് നാളെ പണിക്ക് പോകണം. നമുക്ക് രണ്ടാളൊന്നും അറിയാം. നീ പറഞ്ഞോ, ഞാനിവിടെ മിടുക്കനായിട്ട് മിടുക്കനായിട്ട് ആ മിടുക്കനായിട്ട് നിന്നോ, ഞാൻ പറയാം. വിട്ടോ. അതെ, എനിക്കിന്ന് രണ്ടാലൊന്നും അറിയണം. 1.5 വർഷമായി ഞങ്ങൾ കൊച്ചിന്റെ പുറകെ നടക്കുന്നത്. ഒന്നല്ല ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമാണോ? ഞാനെന്ത് സംസാരിക്കണം? ഇത്രയും കാലം എന്തായി മോളെ പറയുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പുറകെ നടന്നാണ്? ഒരു വാക്കെന്നോട് പറയായിരുന്നില്ലേ? ചേട്ടനെപ്പോഴും കൂടെ ഉണ്ടാവത്തില്ല, അതുകൊണ്ടാ. ഞാനുണ്ടെന്ന് കരുതി എന്നോടല്ലേ പറയേണ്ടത്? അയ്യോ, ചേട്ടനെ അല്ല, എനിക്ക് ആ ചേട്ടനെ ഇഷ്ടം. ചേട്ടനെ കണ്ട ഷാറുഖ് ഖാന്റെ ലുക്കാണ്. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം. കൊറേ നാളാടി ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. കുട്ടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. 5 വർഷമായിട്ട് പ്രേമിച്ചിരുന്ന എന്നെ ചതിച്ചവളാണ് അവള്. എന്റെ പെണ്ണിനെ പറ്റി വല്ലതും പറഞ്ഞാണ്ടല്ല. നിന്റെ പെണ്ണ എന്ത് അവർ തന്നെ നീ പറയുന്നത്? എന്താണ്? ഞാൻ പ്രേമിക്കണമെന്നല്ലേ? നീ പ്രേമിച്ചല്ലോ, അവള് തിരിച്ച് പ്രേമിച്ചില്ല. ഇല്ല. 36 വയസ്സായിട്ട് പെണ്ണ് കിട്ടാതെ എനിക്ക് കിട്ടിയൊരു മഴക്കാരണം. ഞാനങ്ങോട്ട് പോകും. അതെ, മാറിക്ക്. ഒരു 2 ചെക്കനും പെണ്ണും ഒരു സൗകര്യമായിട്ട് സംസാരിക്കാൻ ഇടയിൽ കയറിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്താണ്? 2ാം ക്ലാസ്സിൽ വെച്ച് എന്റെ മുട്ടക്കറിയല്ലേ, അത് പൊട്ടിപ്പോയി. നമ്മുടെ വീട് എങ്ങനെയെങ്കിലും ചേട്ടനെ എവിടെ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരും. എപ്പോൾ വിളിച്ചാലും ഇറങ്ങി വരും. ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി ഞാൻ വന്ന് വിളിക്കും, ഇറങ്ങിപ്പോനും. നാളെ രാവിലെ നമ്മുടെ രജിസ്റ്റർ മാരേജ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ നിൽക്കാതെ ചാടിച്ചാടിക്ക്. അതെ, ഇത്ര നാൾ ഞാൻ നിന്നെ സഹായിച്ചില്ലേ, ഇനി ഞങ്ങൾ നീ ഒന്ന് സഹായിക്കും. ഇവിടുന്ന് മാറിത്തരണം. മാറണ്ട, ഇന്ന് വന്നേ തരാ. നാളെ ഞങ്ങൾ രണ്ടുപേരും രജിസ്റ്റർ മാരേജാ. അവിടെ നീയാണ് സാക്ഷിയായിട്ട് ഒപ്പിടേണ്ടത്. സാക്ഷി ഒരു കുഞ്ഞൊപ്പ്. ഇനി തിരിച്ചു വരാം വേദിക്ക് പുറത്തെ അനുഭവ കഥകളിലേക്ക്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. ഒരു രസികൻ സ്കിറ്റായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. മിമിക്രിയുടെ ഒരു വളർച്ച അല്ലേ? നമ്മളൊക്കെ പണ്ട് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാഴ്സിനെ ഒരു വേഷ പ്രച്ഛന്നത ഒന്നുമില്ലാതെ നമ്മൾ ഉടുത്തിരിക്കുന്നത് ആ ഒരു ജുബയും ഒരു പാൻറ്റും മാത്രം വന്ന് നിന്നിട്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്, സെറ്റായി, മേക്കപ്പായി, ആംബിയൻസ്, റീമ്യൂസിക് ഒക്കെ വെച്ചുകൊണ്ടാണ്. അതായത് വളരെ നാച്ചുറലായിട്ടാണ് ഇപ്പോൾ കുറേയും കൂടി സപ്പോർട്ടിങ് ആയിട്ടുള്ള, വളരെ ഇഫക്റ്റീവ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പണ്ട് ഹനീഫ് മിമിക്രി കളിക്കുന്നത് സ്റ്റാഴ്സിനെ നന്നായി ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? അന്നത്തെ കുറേ സ്റ്റാഴ്സ് അന്ന് ഞാൻ കാണിച്ചിരുന്ന സ്റ്റാഴ്സും വളരെ റെയറായിട്ട് എടുക്കാറുണ്ടായിരുന്നുള്ളൂ പലരും. ഞാൻ തന്നെ കാണിക്കുന്നു എന്നുള്ളതല്ല, അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, വേറെ പറഞ്ഞ് കേട്ടിട്ടില്ല. സത്യമാഷ്, ഇപ്പോൾ കരിനിഴൽ സിനിമയിൽ ഒരു സംഭവം കാണിക്കാം. കരിനിഴലിൽ കേണലാണ് സത്യമാഷ്.
അവിടുത്തെ ചീഫ് കുക്കാണ് അടൂർ ബാസി ചേട്ടൻ, അസിസ്റ്റൻ്റ് ആലുമൂടൻ ചേട്ടൻ. അപ്പോൾ മെനു പറയണം സത്യമാഷ്. അപ്പോൾ ആദ്യം സത്യമാഷോട് ഡയലോഗ് ഞാൻ എടുക്കാം. 2 ലോക മഹായുദ്ധങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളവനാണ് ഞാൻ. എൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ യുദ്ധത്തിൻ്റെ ഗതി വരെ തിരിച്ചുവിട്ടിട്ടുണ്ട്. ഐ എം എ കമാൻഡിങ് ഓഫീസർ. നിനക്ക് പോകാം. ഈ സത്യമാഷോടാണ്. താങ്ക് യു. ഈ സത്യമാഷ് മെനു പറയണം. ചില്ലി ചിക്കൻ, ബീഫ് റോസ്റ്റ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സത്യമാഷ അങ്ങോട്ട് പോകും. അപ്പോൾ അടൂർ ബാസി ചേട്ടൻ ആലുമൂടൻ ചേട്ടൻ ഇത് എഴുതുന്ന എന്തോന്നാണത് വരച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ ആലുമൂടൻ പറയണം, 4 കാലും 1 വാലുമുള്ളത് മട്ടൻ, 2 കാലും 1 വാലുമുള്ളത് ചിക്കൻ. പിന്നെ ആരും ഇതുവരെ ഞാൻ എടുത്ത് കേട്ടിട്ടില്ല, എടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, രാഘവേട്ടൻ, നമ്മുടെ ജിഷ്ണുവിൻ്റെ അച്ഛൻ. മാലതി, നിനക്കൊരു ധാരണയുണ്ട് ഞാൻ വെറും ഷണ്ഠനാണെന്ന്. ഈ അവസ്ഥയിലും ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ തയ്യാറാണ്. പറയൂ മാലതി, പഠിച്ചു നീ മിടുക്കിയാവണം. താങ്ക് യു വെരി മച്ച്. പിന്നെ മധുസാറിനെ കാണിക്കില്ലേ? മധുസാറിനെ കാണിക്കും, അതിനെല്ലാവരും കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് മധുസാറിൻ്റെ. തുളസി, ഇന്നെൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാളരാത്രിയാണ്. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് വിവാഹം ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ വിവാഹം കഴിച്ച പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനും സാധിച്ചില്ല. എല്ലാം വിധി. താങ്ക് യു. എന്തായാലും വളരെ രസകരമായ പഴയ അനുഭവങ്ങളും പഴയ തമാശകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതേ വേദിയിൽ. ചിരിയംഗം ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം ഭീമ സിനിമാ ചിരുമയിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക്. ഭീമ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ തിരുവനന്തപുരം അടൂർ.